മിനിസ്ട്രി ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സൂമിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ജീസസ് ഈസ് എലൈവിന്റെ യൂട്യൂബിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുകയാണ്. മേജർ ഹീലിംഗ്സ് ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ജീസസ് ഈസ് ലൈവ് യൂട്യൂബ് ചാനലിലൂടെയും സൂം ആപ്ലിക്കേഷനിലൂടെയും തത്സമയം ഈ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന വിഷയം വാട്ടർ എന്ന വെള്ളം എന്ന വിഷയമാണ്. അതിനാധാരമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. The Gospel of John chapter 7 verse 37 and 38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒന്ന്, എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കാരണം ഈ ജീവജലത്തിന്റെ ഉറവ ക്രിസ്തുവാണ്. 2, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നദിയാണ്, പുറത്ത് നിന്ന് അകത്തേക്ക് ഒഴുകുന്ന നദിയല്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ ഒരു ജീവജല നദിയോടുകൂടെയാണ് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ ദൃഷ്ടാന്തമായി യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. എന്താണ് വെള്ളവും പരിശുദ്ധാത്മ പ്രവൃത്തിയുമായുള്ള ബന്ധം? വെള്ളം ശുദ്ധിയുള്ളതാണ്. വെള്ളം ഈ ഭൂമിയിൽ മഴ പെയ്തു വരുന്നത് ശുദ്ധിയുള്ള വെള്ളമാണ്. ഈ ഭൂമിയിലെ അഴുക്കുകളാണ് പലപ്പോഴും വെള്ളത്തെ അഴുക്കുള്ളതാക്കുന്നത്. പക്ഷേ വെള്ളത്തിന്റെ ആരംഭം, വെള്ളത്തിന്റെ ഉത്ഭവം ശുദ്ധിയുള്ള വെള്ളമാണ്. ഒരു ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ്. മഴ പെയ്ത് വീഴുന്ന വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ്. നിങ്ങളതിനെ പൊല്യൂട്ടഡ് ആക്കിയതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ വെള്ളം ശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വിശുദ്ധമാണ്. ആ വെള്ളത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. പക്ഷേ ഈ വെള്ളമില്ലാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. വെള്ളത്തിന് നിറമോ മണമോ രുചിയോ ഇല്ലെങ്കിലും ഈ വെള്ളമാണ് ഓറഞ്ചിന് ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളമാണ് ആപ്പിളിന് റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളമാണ് ഇവിടെ കാണുന്ന വൃക്ഷങ്ങൾക്ക് ഗ്രീൻ, പച്ച കളർ, പച്ചിപ്പ് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന് കളറില്ല, പക്ഷെ വെള്ളം പലരെയും കളർഫുൾ ആക്കുന്നുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഹല്ലേലൂയ. വെള്ളത്തിന് നിറമില്ല, പക്ഷെ വെള്ളം നിറം കൊടുക്കുന്നതാണ്. വെള്ളം ശുദ്ധമാണ്. ഈ വെള്ളത്തിന് രുചിയും മണവും ഒന്നുമില്ലെങ്കിലും പലതിനും രുചി ഉണ്ടാക്കുന്നത് ഈ വെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യന്, ജീവജാലങ്ങൾക്ക്, പ്രകൃതിക്ക്, വൃക്ഷലതാദികൾക്ക്, പക്ഷിമൃഗാദികൾക്ക് നിലനിൽപ്പില്ല എന്ന സത്യത്തെ നാം മനസ്സിലാക്കണം. വെള്ളത്തിന് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും രൂപമുണ്ടാകുകയില്ല. വെള്ളത്തിന് രൂപമില്ല, പക്ഷെ വെള്ളമില്ലാതെ
ഇവിടെ ഒന്നിനും ഒരു രൂപം ഉണ്ടാകില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് ശുദ്ധിയുള്ളതാണ്. കാഴ്ചയിൽ, കേൾവിയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിറമോ മണമോ രുചിയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ എന്നെ നിങ്ങളെ നിറമുള്ളതാക്കി, പലർക്കും രുചിയുള്ളതാക്കി, സുവിശേഷത്തിൽ ഫ്രാഗ്രൻസ്, സൗരഭ്യവാസനയാക്കി എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുത്തിയത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ രൂപം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ മോൾഡ് ചെയ്തത്, എന്നെ രൂപമുള്ളവനാക്കി തീർത്തത് ഈ ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. വെള്ളത്തിന് മാത്രമേ മണ്ണിനെ അലിയിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ മണ്ണാണ്, മനുഷ്യ നീ മണ്ണാണ്. മണ്ണിനെ അലിയിക്കുവാൻ, മണ്ണിനെ മയം വരുത്തുവാൻ, മണ്ണിനെ മോൾഡ് ചെയ്യുവാൻ, മണ്ണിനെ രൂപപ്പെടുത്തുവാൻ ഒരു കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കുറെ പാറപ്പൊടികൾ അല്ല, കുറെ മണലുകളല്ല കുശവൻ പാത്രമാക്കി തീർക്കുന്നത്. വെള്ളത്തിന്റെ മണമേറ്റ, വെള്ളത്തിന്റെ സുഗന്ധമേറ്റ, വെള്ളത്താൽ കുതിർക്കപ്പെട്ട കളിമണ്ണാണ് കുശവൻ പാത്രമാക്കി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാതെ കുശവന് പണിയുവാൻ കഴിയുകയില്ല. വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാതെ കുശവന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ വിശുദ്ധ ജീവിതമില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് നിറമോ മണമോ രുചിയോ ഇല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇന്ന് ഞാനായിരിക്കുന്ന രൂപം, ഈ രൂപാന്തരം എന്നിൽ ഉണ്ടാകുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് മാനസാന്തരമോ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എന്നെ പണിതുയർത്തുവാനോ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഒരു നദിയോടുകൂടെ, വെള്ളത്തോടുകൂടെ ഉപമിക്കുകയാണ്. Our discussion today centers on John chapter 7 verse 37, where Jesus is talking about on the great day of the feast. He stood and cried, saying, "If anyone thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water." Holy Spirit is here compared with water, and the source of this water is Christ. It is from Christ it is proceeding, and then the water comes in a pure form. These are the properties of water. What is water? It comes in a pure form. As it rains from above, it's not polluted, it's not contaminated, it's very pure in its source. And so is the Holy Spirit. It is Holy Spirit, and the water, as it is pure, Holy Spirit is pure, and there is no odor, no smell, and no shape, and no color, but it gives shape, order, color, and fragrance to everything. And without water, nothing exists. No existence is possible without water. And same is with our life with the Holy Spirit. And though it doesn't have any shape of its own, it gives shape. As the water gives shape to a clay which is in the hands of a potter, how much water is important to give a shape and mold a vessel in the potter's hand, so is Holy Spirit important on a person's life, to give him shape, to give him fragrance, to give him order, smell, and even the very existence of that person. In Christian life, it is determined by the power of the Holy Spirit on a person's life. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയില്ല, വെള്ളത്തിന് കാഴ്ചയിൽ ശബ്ദമില്ല. പക്ഷെ വെള്ളത്തിനെ പോലെ ശക്തിയുള്ള, പവറുള്ള ഒന്ന് ഈ ലോകത്തിലില്ല. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയില്ല, വെള്ളത്തിന് കാഴ്ചയിൽ ശബ്ദമില്ല. പക്ഷേ വെള്ളം ഒഴുകാൻ തുടങ്ങിയാൽ അവിടെ ശക്തി വെളിപ്പെടും, അവിടെ ശബ്ദമുണ്ടാകും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നാം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി, ഈ പവർ, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വെള്ളമാണ്. ഈ ഭൂമിയിൽ കാണുന്ന പല ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതിന്റെ പിറകിൽ വെള്ളമുണ്ട്. വെള്ളമാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാഴ്ചയിൽ വെള്ളത്തിന് ശക്തിയില്ല, തടാകത്തിൽ വെള്ളം വ്യാപിച്ചു കിടക്കുന്നു. പക്ഷേ ആ വെള്ളമാണ്
ഇന്ന് നാം ഉപയോഗിക്കുന്ന കാണുന്ന ഇവിടുത്തെ പല പവർ ഹൗസുകളുടെയും പിറകിലെ സ്രോതസ്. താങ്ക് യു ജീസസ്. ഇന്നത്തെ സന്ദേശം ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ അസാധാരണമായ നിലയിൽ വളർത്തുന്ന നദിയാണ് പരിശുദ്ധാത്മാവ്. അവർ വന്നില്ലെങ്കിൽ വഴിയരികിൽ ഇരിപ്പുണ്ട് കർത്താവിന് ആൾക്കാർ. നീ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ദൈവത്തിന് കല്ലുകളെ ആർത്ത് വിളിപ്പിക്കാൻ കഴിയും. ആർത്ത് വിളിക്കേണ്ടവൻ ആർത്ത് വിളിച്ചില്ലെങ്കിൽ തമ്പുരാന് കല്ലുകളെ കൊണ്ട് ആർത്ത് വിളിപ്പിക്കാൻ കഴിയും. ക്ഷണിക്കപ്പെട്ടവൻ വന്നില്ലെങ്കിൽ വഴിയരികിൽ ഇരിപ്പുണ്ട് കർത്താവിന് വേണ്ടവർ. ഐ എം ഫോക്കസിങ്. ഞാൻ അവരിലേക്ക് ഫോക്കസ്ഡ് ആണ് പാസ്റ്റർ. പ്രസംഗിക്കുമ്പോൾ ഞാൻ വീണ്ടും ആരോടോ സംസാരിക്കുന്നു. ഏതോ തകർന്ന മനുഷ്യനോട് സംസാരിക്കുന്നു. ഏതോ ആവശ്യക്കാരനോട് ഞാൻ സംസാരിക്കുന്നു. തിന്ന് തൃപ്തനായി തേൻകട്ടയും ചവിട്ടിക്കളയുന്ന ഉപദേശിയോടല്ല, ഏതൊക്കെയോ ആവശ്യക്കാരനോട് ഞാൻ സംസാരിക്കുന്നു. ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ അസാധാരണമായ നിലയിൽ വളർത്തുന്ന നദിയാണ് പരിശുദ്ധാത്മാവ്. ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ അസാധാരണമായ നിലയിൽ വളർത്തുന്ന നദിയാണ് പരിശുദ്ധാത്മാവ്. താങ്ക് യു ജീസസ്. കാരണം ഇവിടെ പെയ്തിറങ്ങുന്ന മഴയ്ക്കും ഇവിടെ ഒഴുകുന്ന നദിക്കും പച്ചയുള്ള വൃക്ഷങ്ങൾക്കൊന്നും കൂടെ പച്ചിപ്പ് കൊടുക്കാൻ കഴിയും. കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിന്റെ മുമ്പിൽ ചെടിച്ചട്ടികളിൽ ചെടികൾ ഉണ്ടെങ്കിൽ പച്ചിപ്പായി നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വൈകുന്നേരം നോക്കുമ്പോൾ അതൊന്നും കൂടെ തളിർത്ത് നിൽക്കുന്നത്, ഇലകൾ നിവർന്നു നിൽക്കുന്നത് നമ്മൾ കാണും. പക്ഷെ ഉണങ്ങിപ്പോയ ഒരു റോസാ ചെടിയുടെ ചുവട്ടിൽ, ഉണങ്ങിപ്പോയ ഒരു പ്ലാന്റിന്റെ ചുവട്ടിൽ, ഒരിക്കലും മുഴുവൻ ഉണങ്ങി വരണ്ട് ഉണക്കക്കമ്പായി നിൽക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിക്കാൻ മെനക്കെടത്തില്ല. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇനി പ്രതീക്ഷയില്ല. ഈ ലോകത്തിൽ ഒഴുകുന്ന വെള്ളങ്ങൾ, ഈ ലോകത്തിൽ വെളിപ്പെടുന്ന മഴകൾ, മാനുഷികമായ മഴകൾ, മാനുഷികമായി കാണുന്ന വെള്ളങ്ങൾ പച്ചയുള്ളതിന് ഒന്നും കൂടെ പച്ചിപ്പ് കൊടുത്ത് നിലനിർത്തും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നദിക്കൊരു പ്രത്യേകതയുണ്ട്. അത് പച്ചവൃക്ഷങ്ങൾക്ക് ഒന്നും കൂടെ പച്ചിപ്പ് കൊടുക്കുന്ന നദി മാത്രമല്ല, അത് ഉണങ്ങിപ്പോയതിനെ വളർത്തുന്ന നദിയാണ്. അത് ഉണങ്ങിപ്പോയതിനെ തളിരിടിക്കുന്ന നദിയാണ്. അത് ഉണങ്ങിപ്പോയതിന് പച്ചിപ്പ് കൊടുക്കുന്ന നദിയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങളിൽ ജോബ് പറയുന്നത്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അതിളം കൊമ്പുകൾ വിടാതിരിക്കത്തില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് വീണ്ടും കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഇത് യോബ് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്. ഇത് യോബ് പറയുന്നത് മാനുഷികമായ വെള്ളത്തെ കുറിച്ചല്ല. കാരണം ഉണങ്ങി വരണ്ട് കുറ്റി വരെ ഉണങ്ങി വേര് വരെ ഉണങ്ങി നശിച്ചു പോയ ഒരു വൃക്ഷത്തിന് മനുഷ്യന്റെ കണ്ണിൽ അതിനി ഭാവിയില്ല, അതിനി വളർച്ചയില്ല. എന്നാൽ ഇവിടെ ഒരു വെള്ളത്തെ കുറിച്ച് ജോബ് പറയുന്നു. ആ വെള്ളം ഒഴുകണ്ട, അതിന്റെ ഗന്ധം മതി. ആ വെള്ളം ഒഴുകണ്ട, അതിന്റെ ഗന്ധം മതി. ദ സെന്റ് ഓഫ് വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. സെന്റ് അടിച്ചുകൊണ്ട് നടക്കാന്ന് പറയത്തില്ലേ? ആ വെള്ളത്തിന്റെ ഗന്ധം മതി. ആ വൃക്ഷത്തെ ആ വെള്ളം വളർത്തും. മോനെ, മോളെ, സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് സംഘടന, ഐ ലവ് എവ്രി വൺ. എല്ലാരെയും സ്നേഹിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, I love everyone. I love Catholic people. I love Marthomite. I love Orthodox people. I love Hindus. I love Muslims. I love Christians because Jesus loves everyone. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും മാനിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നീ ഉണങ്ങിപ്പോയൊരു വൃക്ഷമാണെങ്കിലും, നിന്നിൽ ആർക്കും ഒരു പ്രതീക്ഷയില്ലെങ്കിലും, നിന്റെ വേർ നിലത്ത് പഴുകിയാലും, നിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, നിനക്കിനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് ലോകം പറഞ്ഞാലും,
നിന്നെക്കുറിച്ച് ഇനി ആർക്കും ഒരു പ്രത്യാശയില്ലെന്ന് ലോകം വ്യക്തമാക്കിയാലും നിന്നിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഗന്ധം മതി. The one touch of Holy Spirit will change everything in your life. പരിശുദ്ധാത്മ സാന്നിധ്യം നിന്നിലോ നിന്റെ ഭവനത്തിലോ വെളിപ്പെട്ടാൽ മതി. ആ കുടക്കീഴിൽ നിന്റെ വീട്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാരെയും സ്വർഗം അനുഗ്രഹിക്കും. അത് തളിർവിടും. അതെ, ഈ ലോകത്തിലെ നദികൾ, ഈ ലോകത്തിലെ വെള്ളങ്ങൾ പച്ചയുള്ളതിനൊന്നും കൂടെ പച്ചിപ്പ് കൊടുക്കുമ്പോൾ, ഉണങ്ങിപ്പോയതിന്റെ ചുവട്ടിൽ ആരും വെള്ളമൊഴിക്കാൻ തയ്യാറല്ലാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നദിയുടെ പ്രത്യേകത അത് ഉണങ്ങിപ്പോയതിനെ, ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ, യോബിന്റെ പുസ്തകം 14:8 വായിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്നത് പോലെ, പഴകിയതിനെ, കുറ്റി പഴകിയതിനെ, മണ്ണിൽ കെട്ടുപോയതിനെ തളിരിടിയിക്കുന്ന, വളർത്തുന്ന, ഗന്ധമേറ്റാൽ ജസ്റ്റ് അങ്ങനെയാ എഴുതിയിരിക്കുന്നേ. What a powerful word, pastor. അതിന്റെ ഗന്ധമേറ്റാൽ നീ തളിരിടും. Amen. From the outward level, we see no power or no sound for a water. But once the water moves powerfully, you will find tremendous amount of power and sound. And as it is said, the roaring waters, it's very powerful, and it has a great sound. It creates a great sound. And behind modern powerhouses, what you can see is, behind the modern powerhouses, there is the tapped power from the flowing waters. All the kind of power which comes out from that, everything is having the support of this great power of the water. So all these things are powered, ignited, having everything green, everything with fragrance, everything has its backup by this water. But there's a subtle difference between the worldly water and the water that is the power of the Holy Spirit. Worldly water, if you give a water to a living thing, that will sprout out and it will come out lush green. But if you water a totally dried up plant, there cannot be any kind of life which can come forth from that. Once it is dried forever. But when you think about Holy Spirit as the water, Holy Spirit as the stream or river or spring, what you can understand is that even from a totally dried situation, when there is no hope at all, no hope of any life, no point, no molecule of life in that plant, when the Holy Spirit flows into that arena, when the Holy Spirit flows into those places, all of the life will come out. The life will spring forth, as we read from Job chapter 14:7 following. For there is hope for a tree if it is cut down, and it will sprout again, and that its tender shoots will not cease. Though its root may grow old in the earth, and its stump may die in the ground, yet at the scent of the water it will bud and bring forth branches like a plant. How powerful word Job is uttering in his distressful, dismal situation. When the power of the Holy Spirit, just a scent is enough, just the odor or smell of the Holy Spirit enough, with that fragrance, no life situation will turn into a situation teeming with life. And the Holy Spirit is specifically speaking to some persons who have no hope in their life, who are totally dried up in their every situation. The Lord says, if this stream of the Holy Spirit, if it flows into your life, maybe other people may say there is no hope for you, but new buds are going to come up, new greenery is going to sprout out. This is the power of the water of the Holy Spirit. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് എന്നെ സന്ദർശിച്ചതാണ്. ആ ആത്മനദി എന്നിലേക്ക് പകർന്നതാണ്. അതിൻ്റെ ഗന്ധം എന്നിലേക്ക് വെളിപ്പെട്ടതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിച്ചുവോ എന്ന് ദൈവ സാന്നിധ്യം നിന്നിൽ വെളിപ്പെട്ടുവോ, ആ നിമിഷം മുതൽ ആ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ മറന്നാലും ദൈവം നിന്നെ ഓർപ്പിക്കുന്നു. നിന്നിൽ എന്തെങ്കിലും പൂവിട്ടത്, നിന്നിൽ എന്തെങ്കിലും ഫലമുണ്ടായത്, നിന്നിൽ എന്തെങ്കിലും ശാഖകൾ, ഇലകൾ,
പച്ചിപ്പ്, നന്മകൾ ജീവിതത്തിൽ വന്നത്. ഇല്ലെങ്കിൽ എവിടെയോ തകർന്നുണങ്ങി ഒടിഞ്ഞു വീഴേണ്ട, ആരോ എടുത്തുകൊണ്ടുപോയി വിറകടുപ്പിൽ കത്തിക്കേണ്ട ഒരു നഷ്ടപ്പെട്ടു പോകേണ്ട, പ്രയോജനരഹിതമായി തീരേണ്ട ഒരു വൃക്ഷമായിരുന്നു നീ. പക്ഷെ ഇന്ന് നീ തളർത്ത് നിൽക്കുന്നതിൻ്റെ കാരണം, ഇന്ന് നീ പൂവിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം, നിന്റെ ചില്ലകൾ ഇങ്ങനെ വീശുന്നതിൻ്റെ കാരണം നിന്നിലേക്ക് ദൈവം പകർന്ന തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണെന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ദൂതറിയിക്കുകയാണ്, ആലോചന അറിയിക്കുകയാണ്. യേശു കർത്താവ് അതാണ് യോഹന്നാൻ 7:37 പറയുന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്താണ് യേശു അത് പറഞ്ഞതിന്റെ കാരണം? അത് പറഞ്ഞതിന്റെ കാരണം ജീവജലത്തിന്റെ ഉറവ യേശു ക്രിസ്തുവാണ്. യേശുവാണ് ഈ ജീവജലത്തിന്റെ ഉറവ. യെരമ്യാവിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ജെരമ്യ പറയുന്നുണ്ട്, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എന്താണ് അവർ ചെയ്ത 2 ദോഷം? ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ അവർ കുഴിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ എന്റെ ജനം മറന്നു കളഞ്ഞിട്ട് പൊട്ടക്കിണറുകളെ അന്വേഷിച്ചുകൊണ്ട് പൊട്ടക്കിണറുകളെ അവർ കുഴിക്കുകയാണ്. യേശു പറയുന്നു, ജീവജലത്തിന്റെ ഉറവ ഞാനാണ്, നിങ്ങൾ എന്നിലേക്ക് വരിക, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അതെ, വിമർശിക്കുന്നവന്റെ അല്ല, വിമർശിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നതുമാണ് ഈ ദൈവാത്മശക്തി. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, അകത്തു നിന്ന്. കാരണം ഇത് പകരപ്പെട്ടിരിക്കുന്നത് നിന്റെ ആത്മാവിലാണ്, നിന്റെ അകത്താണ്. ഈ കിണർ ലോകപരമായ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പം താഴെ നിന്ന് മേളിലേക്കാണ് എടുക്കുന്ന ആ വെള്ളം. പക്ഷെ ഈ വെള്ളം വന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്, ഉയരത്തിൽ നിന്ന് നിന്നിലേക്കാണ്. അതുകൊണ്ട് നിന്റെ ആത്മാവിൽ വന്ന ഈ ജലം, ഈ ജീവജലം, ഈ പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകും. നീ പോകുന്ന നിങ്ങൾ പോകുന്ന കോളേജിൽ, സ്കൂളിൽ നിങ്ങൾ ആരുമായി സഹകരിക്കുന്നുവോ, നിങ്ങൾ ആരുമായി ഇടപെടുന്നുവോ, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരിലേക്ക് ഈ നദി ഒഴുകുവാൻ ഇടയായിത്തീരും. ഞാനൊരു സംഭവം ദൈവം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഈ ജീവജലത്തിന്റെ നദി രൂപാന്തരപ്പെടുത്തും എന്ന വിഷയത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. അതെ, എന്താണ് യേശു ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്? ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതായ സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശമരിയ എന്ന പട്ടണത്തിലേക്ക് കടന്നു വന്നു. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4:3 onwards അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. കാരണം യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. ശമരിയ പട്ടണത്തിൽ നിന്ന് യഹൂദിയ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ പോകില്ല. യഹൂദിയരുടെ ഇടയിൽ നിന്ന് ശമരിയരുടെ ഇടയിലേക്ക് ആരും വരില്ല. ആ 2 സ്ഥലങ്ങൾ തമ്മിൽ ശത്രുതയായിരുന്നു. എന്നാൽ ആ മതിലുകളെ ഇടിച്ചുകൊണ്ട്, ആ ബൗണ്ടറികളെ തകർത്തുകൊണ്ട് യേശു കർത്താവ് ആ പട്ടണത്തിൽ ചെന്നു. അവിടെ ഒരു കിണറിന്റെ സൈഡിൽ യേശു കർത്താവ് ഇരിക്കുകയാണ്. ഇവിടെ 2 കിണറുകൾ നിങ്ങൾക്ക് കാണാം ആത്മാവിൽ ശ്രദ്ധിച്ചാൽ. ഒന്ന് യാക്കോബിന്റെ കിണർ, നിന്റെ ഭൗതിക വിഷയങ്ങളുടെ, നിന്റെ ഭൗതിക ആവശ്യങ്ങളുടെ, നിന്റെ ആടുമാടുകളുടെ ദാഹത്തെ പോക്കുന്ന കിണർ.
എന്നാൽ ഇപ്പോൾ ആ കിണറിന്റെ അരികിൽ വന്നിരിക്കുന്ന ഒരുവനുണ്ടല്ലോ, ആ കിണറിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവിടെ നിന്റെ ആത്മിക ഭൗതിക ആവശ്യങ്ങളുടെ ദാഹത്തെ പോക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ ജലത്തിന്റെ പ്രത്യേകത അത് നിത്യതയ്ക്കായി ഒരുക്കുന്ന ജീവജലമാണ്. അത് ദാഹം തീർക്കുന്ന ജീവജലമാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. നിത്യതയ്ക്കായി ഒരുക്കുന്ന ജീവജലം, ദാഹം തീർക്കുന്ന ജീവജലം. താങ്ക് യു ജീസസ്. ഇവിടെ ഈ സംഭവത്തിൽ ഉച്ചയ്ക്ക് 12 മണി കഴിയുന്ന സമയത്ത്, നല്ല പൊള്ളുന്ന വെയിലത്ത്, ആ ദേശത്തിലെ ഒരു സ്ത്രീ ആ കിണറ്റുകരയിൽ വെള്ളം കോരുവാൻ വന്നു. വാസ്തവത്തിൽ യേശു കർത്താവ് അവളെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അറിഞ്ഞില്ലത്. യേശു കർത്താവ് അവൾക്കായി ചിലത് ഒരുക്കി അവളെ കാത്തിരിക്കുകയായിരുന്നു. അവൾ മനസ്സിലാക്കിയില്ല അത്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ്. ആ ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ യേശു കർത്താവ് അവളോട് ചോദിച്ചു, "Give me to drink." എനിക്ക് വെള്ളം കുടിക്കാൻ തരുമോ? ഉടനെ അവൾ പറഞ്ഞ മറുപടി ഇതാണ്, അതിന്റെ 9ാമത്തെ വാക്യത്തിൽ, "നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്?" കാരണം യഹൂദിയർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് അവളോട് ചോദിച്ചത് കുടിവെള്ളമാണ്, കുടിക്കാൻ അല്പം വെള്ളമാണ്. പക്ഷേ അവൾ കുടിവെള്ളം ചോദിച്ചവനോട് മറുപടി പറഞ്ഞത് മതമാണ്, മതസംവിധാനമാണ്. ഞങ്ങളുടെ മതം നിങ്ങളുടെ മതക്കാർക്ക് കുടിക്കാൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മതക്കാർ ഞങ്ങളുടെ മതക്കാരോട് കുടിക്കാൻ ചോദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ സംഘടന നിങ്ങളുടെ സംഘടനയ്ക്ക് വെള്ളം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സംഘടന ഞങ്ങളുടെ സംഘടനയ്ക്ക് വെള്ളം തന്നിട്ടുമില്ല. അറിയാലോ നമ്മൾ തമ്മിലുള്ള ഇരിപ്പന്നാന്ന്. വഴക്കുണ്ടാക്കാൻ, ആർഗ്യുമെന്റേഷന് വേണ്ടി, ഭൂകമ്പം ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ മതപരമായൊരു വിഷയം പോലെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടോ? സ്വന്തം മതത്തെക്കുറിച്ചോ സ്വന്തം വംശത്തെക്കുറിച്ചോ പറഞ്ഞാൽ അണപൊട്ടാത്ത മനുഷ്യനുണ്ടോ? അവൾ അതാണ് പറഞ്ഞത്. നിന്റെ ജാതിക്കാർ, യഹൂദിയ ജാതി, ശമരിയ ജാതി, നിന്റെ ജാതിക്കാർ ഞങ്ങളുടെ ജാതിക്കാരോട് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ജാതിക്കാർ നിങ്ങളുടെ ജാതിക്കാർക്ക് വെള്ളം കുടിക്കാനും തന്നിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ വെച്ചാൽ മനുഷ്യൻ പൊട്ടിത്തെറിക്കും. അവൻ ഉണ്ടാക്കി വെച്ച ബോംബും മിസൈലും എല്ലാം എടുത്തോണ്ട് വരും. പക്ഷേ യേശുവിനോട് അവൾ ഇത് പറയുമ്പം നസ്രായന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവോടെ വന്നത് ആർഗ്യുമെന്റേഷന് വേണ്ടിയല്ല. യേശുവോടെ വന്നത് ഒരു തർക്കത്തിന് വേണ്ടിയല്ല. യേശുവോടെ വന്നത് മതം പറയാനല്ല, മതം ബന്ധിച്ചവളെ വിടിവിക്കാനാണ്. ഹല്ലേലൂയ. മതവും ജാതിയും മതചിന്തകളും ജാതിയും പറഞ്ഞ് ജീവിതം തകർന്നവളെ വിട്ടുവയ്ക്കുവാനാണ് യേശുവോടെ വന്നത്. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതത്തിന് വേണ്ടിയോ ഒരു മതസ്ഥാപകനായിട്ടോ അല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിട്ടാണ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, വേണ്ട, നീ എനിക്ക് കുടിക്കാൻ തരണ്ട. എന്നാൽ നീ ഒരു കാര്യം അറിയണം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? സിസ്റ്ററെ, വഴക്കുണ്ടാക്കരുത്. ഞാൻ വന്നത് മതവും ജാതിയും പറയാനല്ല. ഞാൻ വന്നത് ആർഗ്യുമെന്റേഷന് വേണ്ടിയിട്ടല്ല. ഞാൻ വന്നത് തർക്കസംഗതികൾക്കല്ല. ഞാൻ നിന്നോട് കുടിക്കാൻ ചോദിച്ചത് വെള്ളമല്ലേ? ആ വിഷയത്തിലല്ലേ നീ ഇപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നേ? നീ എനിക്ക് വെള്ളം തരണ്ട, നീ എനിക്ക് വെള്ളം തരണ്ട. പക്ഷെ ഞാൻ നിനക്ക് വെള്ളം തരാം. യാക്കോബിന്റെ കിണറുകൾക്കും നിന്റെ പിതാക്കന്മാർക്കും നിന്റെ ഗോത്രങ്ങൾക്കും നിന്റെ വംശങ്ങൾക്കും നിന്റെ ജാതികൾക്കും നിന്റെ കുടുംബക്കാർക്കും ഈ ലോകത്തിലെ ആർക്കും തരാൻ കഴിയാത്ത വെള്ളം ഞാൻ നിനക്ക് തരാം. അത് നിന്റെ
ജീവിതത്തിന്റെ ദാഹത്തെ പോക്കുന്ന വെള്ളമാണ്. അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. ജീസസ്, ഹല്ലേലൂയ. ഉടനെ ആ സ്ത്രീ ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടി, നമ്പർ 1, നീ ദൈവത്തിന്റെ ദാനമാണ്. 3 സത്യങ്ങൾ ആ സഹോദരിയോട് യേശു പറഞ്ഞു. യൂട്യൂബിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ, കേൾക്കാൻ ചെവിയുള്ളവർ, അവരറിയേണ്ട 3 സത്യങ്ങൾ. നമ്പർ 1, നീ ആരാണെന്നറിയണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ആരാണെന്നറിയണം. യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നീ ദൈവത്തിന്റെ ദാനമാണ്. നമ്പർ 2, നിന്റെ അരികിൽ നിൽക്കുന്നവൻ ആരാന്നറിയണം. ഈസ് യുവർ സേവിയർ. അവൻ നിന്റെ രക്ഷകനാണ്, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. നമ്പർ 3, മൂന്നാമത്, നിന്റെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് നീ അറിയണം. അത് ഈ യാക്കോബിന്റെ കിണറ്റിൽ കിടക്കുന്ന പച്ചവെള്ളമല്ല. നിന്റെ യഥാർത്ഥ ആവശ്യം നിത്യജീവനാണ്. ഈ 3 സത്യങ്ങളാണ് യേശു കർത്താവ് ഈ സഹോദരിയോട് അറിയിച്ചത്. The Holy Spirit as a water which will bring life is a tremendous revelation which we can get. Maybe you have no expectation, no hope in your life. Even your parents or the people around has told that there is nothing hope for you, but the Holy Spirit can bring life to you. It can change your level to a new kind of level which people will be amazed. And at present time, when you look back, it was the Holy Spirit that gave you the fragrance, the shape, and the molding which you are having now. You blossomed into this kind of a setting because of the Holy Spirit, and never ever forget that. And Jesus here clearly says that in John 7:37, let them come to me to drink. That means it is the Jesus Christ who becomes the source of this living water. It is from him you can drink the water of the Holy Spirit. And the problem with many people around, the people of the world, is clearly depicted in Jeremiah 2:13. They have forsaken the fountain of living water, and they have hewn cisterns which can no longer hold any water. This is the problem with the world. But once they can come to the Lord who will give them living water, you can find them blossoming up. And it is that Spirit, the Holy Spirit as a water which is poured into the spirit of a person, so that from that person will spring forth the streams of living water, and that will make a person so empowered that to the people whom he speaks, whether you are in a college, whether you are in your workplace, wherever you are, when you come in contact with a person, from you will flow, there will be a tremendous outflow of the Holy Spirit from you, if you have ever drank the Holy Spirit, and that much important it has in your life. Now, this truth can be truly illustrated by an incident which happens in John's Gospel chapter 4 verse 13 to 14, where the Samaritan woman comes to draw water on a midday, and it was Jacob well. As the pastor said, you can find 2 wells there. One well is the Jacob well, and as the woman was coming, there was another well sitting on top of this well, Jacob well, that is Jesus Christ, which is the fountain of the living water. Jacob's well, from generation to generation they have drank, and that is good for their physical being, that's good for their flock and fold. But this is the well which is on the top of that well, that is Jesus Christ, which is all sufficient for the spiritual as well as the physical needs of a person. It is all sufficient which will prepare a person for eternity. It is all sufficient to quench any thirst a person has in his life. It is an all sufficient water. If you drink that water, you will never
thirst. And here in verse 9, Jesus asks, give me some water. And to that question, this woman was responding like this. In verse 9, she is talking about religion. Jesus was asking water, and she is talking about religion. And you know how much inflammable is this religion all about? If you can just hurt the sentiments of religion, it can become so inflammable so that it can set ablaze anything within no time. It is such an inflammable topic. And Jesus says, Jesus responds to that, I did not come to discuss religion. I did not come to debate on religion. I came to set you free from the bondage of the religion, the traditionalism into which you are captivated and into which you are captive. And Jesus said, I will give you water. What kind of water is that? This kind of water, it is a kind of quenching. It's a kind of water which the Jacob's well cannot give. It's a kind of water which anyone of this world cannot give. This is something which will quench your thirst on a prolific level. And three important things Jesus says: know who you are before Lord. You are the precious gift of God. Second thing, the Savior who can give you salvation is standing in front of you. That you need to understand. And thirdly, understand what is your real need. You are a precious gift of God, and your Savior is beside you. And thirdly, you should understand what you need. Only on that level you can have the drinking of the Holy Spirit of God. നിത്യതയ്ക്കായി ഒരുക്കുന്ന ഈ ജീവജലം, ദാഹം തീർക്കുന്ന ഈ ജീവജലം എവിടെ ലഭിക്കും? ഇതെവിടെ കിട്ടും? ഇതിനു വേണ്ടി ഞാൻ ഏത് മൗണ്ടൻ കയറണം? ഇതിനു വേണ്ടി ഞാൻ ഏത് രാജ്യത്ത് പോകണം? ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് മനുഷ്യർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. മോക്ഷം കിട്ടുവാൻ, നിത്യത ഉണ്ടാകുവാൻ, വിമോചനം ഉണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഞാൻ ഏത് മലയാണ് കയറേണ്ടത്? ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? ഞാൻ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഞാൻ എന്തൊക്കെയാണ് ധരിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പറയുക, ഞാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ തിരിച്ചറിയുക, രക്ഷ കർമ്മമാർഗത്തിലല്ല, രക്ഷ പ്രവൃത്തിയിലല്ല, രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ. നിത്യജീവൻ, നിത്യതയ്ക്കായി ഒരുക്കുന്ന ജീവജലം, ദാഹം തീർക്കുന്ന ജീവജലം എവിടെ ലഭിക്കും? യേശു പറയുന്നു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ. യേശു പറയുന്നു, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, യേശു ക്രിസ്തു ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും. ആ പദം ഒന്നുകൂടെ പറയാം, നീ അവനോട് ചോദിക്കുകയും. അവനോട് ചോദിക്കുക. നിത്യതയ്ക്കായി ഒരുക്കുന്ന ജീവജലം അവനോട് ചോദിക്കുക. ദാഹം തീർക്കുന്ന ജീവജലം അവനോട് ചോദിക്കുക. യേശുവിനോട് ചോദിക്കുക. യേശുവിന്റെ അടുക്കൽ വരിക. അവൻ പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇവിടെ ഈ സഹോദരിയുമായിട്ടുള്ള കോൺവെർസേഷനിൽ എന്നെ ഭയങ്കരമായി ടച്ച് ചെയ്ത ഒരു ഭാഗമുണ്ട്. ജോൺ ചാപ്റ്റർ 4 വേർഡ് 9. നീ യഹൂദനായിരിക്കെ. ഒന്നാമത് ആ സ്ത്രീ യേശുവിനെ വിളിച്ചതെന്താ? യഹൂദൻ. എന്നാൽ കുറച്ചും കൂടെ കർത്താവുമായിട്ട് അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ 11ാമത്തെ വാക്യത്തിൽ യേശുവിനെ ആ സ്ത്രീ സംബോധന ചെയ്തത് എന്താ? യജമാനനെ, യജമാനനെ എന്ന പദമാണ്. 18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. 19ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ആദ്യം യഹൂദനായിരുന്നു, പിന്നെ അവൾക്ക് യേശു യജമാനനായി, പിന്നെ യേശു അവൾക്ക് പ്രവാചകനായി. അവളുടെ ജീവിത രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ അവൻ പ്രവാചകനായി മാറി. 25ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്: മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. 26ാമത്തെ വാക്യത്തിൽ യേശു അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. മസായ.
ലിസൺ. ആദ്യത്തെ കാഴ്ചയിൽ അവൻ മതനേതാവായിരുന്നു. കുറച്ചും കൂടെ അടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഒരു പ്രമാണിയായി, ഒരു യജമാനനായി, തലയെടുപ്പുള്ളവനായി അവൾക്ക് തോന്നി. കുറച്ചും കൂടെ ആഴമായി അടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിത രഹസ്യങ്ങളെ, അവളുടെ തകർന്ന കുടുംബത്തെ ഒക്കെ കർത്താവ് മനസ്സിലാക്കി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവളുടെ യേശുവിനെ അഭിസംബോധന ചെയ്ത പദത്തിന് വ്യത്യാസം വന്നു. നീ ഒരു പ്രവാചകനാണ്, ഒരു സംശയമില്ല. എന്നാൽ പിന്നെയും കർത്താവ് അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഫൈനലി അവൾക്ക് മനസ്സിലായി, ഈസ് എ മസായ, ഈസ് എ സേവിയർ, ഈസ് നോട്ട് എ നോർമൽ പേഴ്സൺ. ഇവനൊരു സാധാരണ വ്യക്തിയല്ല. ഈസ് നോട്ട് ഓൺലി ദ പ്രോഫറ്റ്. Many people say he is only the prophet. My beloved brothers and sisters, യേശുവിനെ നീ 10 അടി ദൂരത്ത് നിന്ന് കണ്ടാൽ നിനക്കവൻ പ്രവാചകനായിരിക്കും. യേശു കർത്താവിനെ നീ 20 അടി ദൂരത്ത് നിന്ന് കണ്ടാൽ അവൻ നിനക്ക് യജമാനായിരിക്കും. യേശുവിനെ നീ 30 അടി ദൂരത്ത് കണ്ടാൽ അവൻ നിനക്ക് യഹൂദനായിരിക്കും. എന്നാൽ യേശുവിനെ നീ ചങ്കോട് അണച്ചാൽ അവൻ നിന്റെ കർത്താവായി തീരും, അവൻ നിന്റെ രക്ഷകനായി തീരും, അവൻ നിന്റെ ദൈവമായി തീരും. അവൾ പറഞ്ഞു, യു ആർ ദ മസായ. ഞാൻ മശിഹായെ കണ്ടെത്തി, ഞാൻ മശിഹായെ കണ്ടെത്തി. യഹൂദ സംവിധാനങ്ങൾ, മതങ്ങൾ, മനുഷ്യർ മുഴുവൻ കാത്തിരുന്ന മശിഹായെ കണ്ടെത്തി. അവൾ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി. അവൾ കണ്ട മശിഹായെ കുറിച്ച് പറയാൻ 28, 29 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവൻ ക്രിസ്തു ആയിരിക്കുമോ? പിന്നെ അവളുടെ വെളിപ്പാട് മാറി. Christ. What is the meaning of Christ? Christ means anointed one. ഞാനൊരു അഭിഷിക്തനെ കണ്ടു. ഞാൻ ഇന്നൊരു അഭിഷിക്തനെ കണ്ടു. ഞാൻ എന്റെ രക്ഷകനെ ഇന്ന് കണ്ടു. ഞാൻ 30 അടി മാറി നിന്നപ്പോൾ, അവനുമായി 30 അടി മാറി നിന്നപ്പോൾ അവൻ എനിക്കൊരു യഹൂദനായിരുന്നു. ഞാനൊരു 10 അടിയും കൂടെ അടുത്തപ്പോൾ, 20 അടി ഡിസ്റ്റൻസിൽ വന്നപ്പോൾ അവൻ എനിക്ക് യജമാനനായി തോന്നി. പിന്നെ ഒരു 5 അടിയും കൂടെ ഞാൻ അടുത്തപ്പോൾ അവൻ എനിക്കൊരു പ്രവാചകനായി. പിന്നെ ഡിസ്റ്റൻസ് എല്ലാം മാറ്റി ഞാൻ അവനോട് ചേർന്ന് നിന്ന് അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എൻ്റെ ആത്മാവിന്റെ രക്ഷകനാണെന്ന്. താങ്ക് യു ജീസസ്. യേശുവിനോട് അടുക്കും തോറും നിനക്ക് യേശുവിനെ കുറിച്ചുള്ള അനുഭവങ്ങൾക്ക് വ്യത്യാസം വരും. നീ അകലം പാലിക്കും തോറും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും തോറും അവനെ കുറിച്ചുള്ള വിശ്വാസവും ബോധ്യങ്ങളും നിനക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അവൾ പാത്രം വെച്ചിട്ട് ഓടി. അവൾ എന്തിനാ വന്നേ? വെള്ളം കോരാൻ. എന്ത് വെള്ളം? ഭൗതിക ആവശ്യത്തിന്റെ വെള്ളം, കുടിവെള്ളം. പക്ഷെ അവൾക്ക് എന്ത് കിട്ടി? ജീവജലം. എന്ത് കിട്ടി? ജീവജലം. ജീവജലം കിട്ടിയവൾ ഭൗതിക വിഷയത്തിന്റെ പാത്രം അവിടെ വെച്ചു. ഇപ്പൊ അവൾക്ക് വിഷയം ഭൗതിക അല്ല. അവൾ ഓടി അറിഞ്ഞവനെ അറിയിക്കാൻ. ഇപ്പൊ അവളുടെ വിഷയം ആത്മീയമാണ്. ഇപ്പൊ അവളുടെ വിഷയം ഭൗതികമല്ല, ഇപ്പൊ അവളുടെ വിഷയം ആത്മീകമാണ്. പലരും കർത്താവിന്റെ അടുക്കൽ വരുന്നത് ഭൗതിക വിഷയത്തിന് വേണ്ടിയാ. പലരും കർത്താവിന്റെ അടുക്കൽ വരുന്നത് അവരുടെ പേഴ്സണൽ നീഡ് മീറ്റ് ചെയ്യാനാ. പക്ഷെ നീ അവനോട് അടുക്കുമ്പോൾ, കുറേയും കൂടെ അടുക്കുമ്പോൾ, കുറേയും കൂടെ ബൈബിൾ വായിക്കുമ്പോൾ, കുറേയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, കുറേയും കൂടെ അടുക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, എന്റെ ഭൗതിക വിഷയത്തെക്കാൾ എനിക്ക് വലുത് എന്റെ നിത്യതയാണ്, എന്റെ ആത്മീയതയാണ്, എന്റെ ക്രിസ്തുവാണ്. അവൾ ഭൗതിക വിഷയത്തിന്റെ പാത്രം നിലത്ത് വെച്ച് അറിഞ്ഞവനെ അറിയിക്കാൻ പട്ടണത്തിലോടി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ ഒരു ബ്ലസ് ശമരിയ നടത്തി. പണ്ട് ഞങ്ങൾ നടത്തുന്ന ക്രൂസൈഡിന്റെ പേര് ബ്ലസ് കൊട്ടാരക്കര, ബ്ലസ് ഇന്ത്യ എന്നൊക്കെ മീറ്റിംഗ് ക്രൂസൈഡ്സ് നടത്തുവാൻ അവൾ ഒരു ബ്ലസ് ശമരിയ നടത്തി. ഒരു സ്ത്രീ ഒറ്റയ്ക്കോടി ആ പട്ടണത്തെ മുഴുവൻ ഇളക്കി കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇനി നിങ്ങൾക്കൊരു സത്യം കേൾക്കണോ? ആർക്കും പ്രതീക്ഷയില്ലാത്ത, അവൾക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ജീവിതം, അവൾക്ക് പോലും അവളെ കുറിച്ച് പ്രതീക്ഷയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 5 ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു. കുടുംബജീവിതം തകർന്നവൾ, ജീവിതം തകർന്നവൾ, സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്തവൾ, ആർക്കും പ്രതീക്ഷയില്ലാത്തവൾ, അവൾക്ക് പോലും അവളെ കുറിച്ച് പ്രതീക്ഷയില്ലാത്ത ജീവിതമാ. ആ ജീവജലം കർത്താവ് കൊടുത്ത് ദാഹം തീർക്കുന്ന നദിയെ കുറിച്ചുള്ള അവളുടെ കേൾവി. ഇനി
അതിശ്രദ്ധേയമായൊരു സത്യം. വിശുദ്ധ ബൈബിളിനകത്ത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ആരാധനയെക്കുറിച്ചുള്ള കൺസെപ്റ്റ്സ് ഡിഫറെന്റ് ആണ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ആദ്യമായി യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ സ്ത്രീക്കാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവർ, ജീവജലത്തിന്റെ നദി ലഭിച്ചവൾ, അവൾ ഇതുവരെ ചിന്തിച്ചു വെച്ചിരുന്ന എല്ലാ ചിന്താഗതികൾക്കും വ്യത്യാസമുണ്ടായി. അവളുടെ ഇപ്പോഴത്തെ വിഷയം കുടിവെള്ളമല്ല. അവളുടെ ഇപ്പോഴത്തെ വിഷയം പിതാക്കന്മാർ, അപ്പന്മാർ എന്ന് പറയുന്ന പാരമ്പര്യമോ യാക്കോബിന്റെ കിണറോ ഒന്നുമല്ല. ഇപ്പൊ അവളുടെ വിഷയം അവൾ അനുഭവിച്ച, അവൾ അറിഞ്ഞ, അവളെ വിടിവിച്ച, സത്യം വെളിപ്പെടുത്തി കൊടുത്ത ആ ക്രിസ്തു എന്ന സത്യത്തെ മറ്റുള്ളവരിൽ എത്തിക്കുക, വിളംബരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവൾ ഓടുകയാണ്. Water which prepares us for eternity. And the question of the people, how can we get this water? How can we get this salvation? Salvation, do we need to do something, the works of the religion? But such things will not suffice. You will have to come to Jesus Christ to have the eternal living water. You can come free to him. Salvation is free and you have to receive it free. And here a spectacular revelation we can find from this lady's understanding of who Jesus is. Firstly, in verse 9, when she came and started the conversation, she was saying, "You are a Jew," a kind of a religious understanding. This man is a Jew, I am a Samaritan. And as the conversation progressed, all the inhibition slowly and steadily it began to melt away. In verse 11, she says, "Oh, your master." She was calling Jesus sir or master. And as Jesus began to reveal the secrets, the inner secrets of this lady, and she at verse 19 says, "Oh, you are not just a master, you are not just a Jew, you are a prophet." And from that the understanding grows as they had serious revelation talks as it moved forward in 25, verse 25 and 29. "Oh, he is the Messiah, you are the Messiah." That kind of an understanding, that progression she got from Jesus. As you stay far away from Jesus, as you are staying so far away from Jesus, you can understand Jesus as some kind of a religious person, a person who is venerated by Christians. But no, as you move forward, as you come closer, draw near to God, he will come to you. That's what the word of the Lord says. As you come closer, you will get a wider understanding. And this lady was so much illuminated. She kept the water pot there. She totally forgot the physical thing which she came at the midday. She forgot that. She ran to the city and she almost conducted a blessed Samaria meeting there. She boldly proclaimed, "I saw the Messiah." Yes, yes. As you see Jesus Christ, as you clearly understand who Jesus Christ is, Amen. you become unstoppable. You will move forward and you will proclaim, "This is the Jesus who has changed my life." And that is the kind of understanding and illumination you will get. She had no hope in her life. Her family life was totally broken and she was totally socially ostracized and marginalized by the people. Such a person got a tremendous hope. And to this person, to this lady, Jesus Christ revealed one of the greatest revelations of worship, that any person who is coming to worship the Lord, they will worship the Lord in spirit and in truth. Such kind of a greater revelation also was conveyed to her because she came closer to him. Wherever you are today, in whatever walks of life you are, in whatever relationship you have with Christ, come closer to the Lord. The Lord will draw near to you. He will come to your house. He will come to your heart and he will totally change your hopeless situation into a greater blessing today. ഒന്ന്, പരിശുദ്ധാത്മാവ് ജീവജലമാണ്. അതാണ് യോഹന്നാൻ 7:37 ഞാൻ നിങ്ങളെ വായിപ്പിച്ചത്, ജെറമ്യ 2:13 വായിപ്പിച്ചത്. 2, ഈ ജീവജലം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവെന്ന ജീവജലം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അതാണ്
ശമരിയാക്കാരിയായ സ്ത്രീയുടെ സംഭവം, ചരിത്രം ഞാൻ വായിച്ച് അതിനകത്ത് ചില വെളിപ്പാടുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത്. 3, നമ്പർ 3, ഈ ജീവജലം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ശക്തിയാണ്. വായ്കൾ തുറന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെന്ന ജീവജലം എന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ശക്തിയാണ്. എത്ര പേർ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരണമെന്ന്? നിങ്ങൾ മുമ്പ് കേട്ടില്ലേ, ആ സഹോദരി കുടുംബജീവിതം തകർന്നവൾ, സാക്ഷ്യമില്ലാത്തവൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ, കൂടെ താമസിക്കുന്നവർക്ക് പോലും വേണ്ടാത്തവൾ, ആർക്കും പ്രതീക്ഷയില്ലാത്ത ആ ജീവിതത്തെ പലരെയും ഞെട്ടിക്കുന്ന നിലകളിൽ സ്വർഗം അവളെ ഉയർത്തിയില്ലേ, സാക്ഷിയാക്കിയില്ലേ? പാപിനിയായവൾ, തിന്മയിൽ ജീവിച്ചവൾ സുവിശേഷകയായില്ലേ? അതെ, ഈ നദിക്ക് ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ ഏനെഗ്ലൈൻ വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. ഇനിയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. എഗസ്കേൽ പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുന്ന ഒരു ദർശനമാണിത്. ഇതിനെ ഒരു സാധാരണ നിലയിൽ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഞാൻ വായിച്ച വാക്യം ഏതെങ്കിലും കഥാപുസ്തകത്തിലെ വാക്യമല്ല, നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ പുസ്തകത്തിലെയും പാഠമല്ല, പാഠപുസ്തകത്തിലെ പാഠമല്ല ഞാൻ വായിച്ചത്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വെളിപ്പാടുകളുടെ കലവറയായ വചനമാണ് ഞാൻ വായിച്ചത്. അതിനെ ആ നിലയിൽ വേണം നിങ്ങൾ കാണാൻ. എഗസ്കേൽ എന്ന് പറയുന്ന മനുഷ്യന് ഒരു വിഷൻ, ഒരു ദർശനം ഉണ്ടാകുകയാണ്. അതാണ് 1 മുതൽ നിങ്ങൾ കാണുന്നത്. എന്നാൽ അതിനകത്ത് ഈ ജീവജലം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുമെന്ന ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ തെളിവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ, എവിടൊക്കെ ഈ നദി വരുന്നോ, ചെന്ന് ചേരുന്നോ, അവിടെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അവിടെ ഒരു ജീവൻ ഉണ്ടാകും. ഒരു ജീവൻ ഉണ്ടാകും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി, എണ്ണാൻ കഴിയാത്ത അസംഖ്യമായ ജനതയായി ഈ നദി ചെന്ന് ചേരുന്നിടത്ത് വലിയൊരു കൂട്ടമുണ്ടാകും. ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗം, ഒരിക്കൽ സക്കറിയ എന്ന പ്രവാചകനും ഇതേ റെവലേഷൻ, ഇതേ വെളിപ്പാട് ദൈവം കൊടുത്തു. സക്കറിയാവ് ഇത് തന്നെ പ്രവചിച്ചു മറ്റൊരാംഗിളിൽ. സക്കറിയാവിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. സമ്മർ ആൻഡ് ഇൻ വിന്റർ, അറ്റ് എനി സീസൺ, അറ്റ് എനി സിറ്റുവേഷൻ, അറ്റ് എനി സർക്കംസ്റ്റാൻസസ്. ഉഷ്ണകാലത്തും ശീതകാലത്തും ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ വെള്ളം. ഈ വെള്ളത്തിന് സക്കറിയ കൊടുത്ത പേര് ജീവനുള്ള വെള്ളം. ജീവനുള്ള വെള്ളം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഈ വെള്ളമാണ് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പുള്ളിയുടെ നരിയാണിയോളമായത്. 47-ന്റെ 4-ൽ അത് മുട്ടോളമായി. 47-ന്റെ 4-ൽ തന്നെ അത് അരയോളമായി. 47-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി തീർന്നു. എന്താണ് ഈ നദിയുടെ പ്രത്യേകത? എന്താണ് ഈ നദിയിലുള്ള വെള്ളം? ജീവനുള്ള വെള്ളം, ജീവൻ തരുന്ന വെള്ളം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഹല്ലേലൂയ.
ലെവൽസ് ഓഫ് അനോയിന്റിങ്, ലെവൽസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നരിയാണിയോളമായി, മുട്ടോളമായി, അരയോളമായി നീന്തിയിട്ടല്ല, ലെവൽസ്, ഡിഫറെന്റ് ലെവൽസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇതിനൊരു മാനുഷികാർത്ഥം കൂടെയുണ്ട്. ഇവിടെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുവാൻ, മത്സ്യമുണ്ടാകുവാൻ, നന്മയുണ്ടാകുവാൻ, ജീവൻ ഉണ്ടാകുവാൻ രണ്ട് നദികളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജെറുസലേമിൽ, ഇസ്രായേലിൽ അതിപ്രധാനപ്പെട്ട രണ്ട് കടലുകളുണ്ട്. ഇവിടെ സക്കറിയ പറയുന്നുണ്ട്, ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ഏതാണ് ഈ കിഴക്കേ കടൽ, ഏതാണ് ഈ പടിഞ്ഞാറേ കടൽ? രണ്ട് കടലുകളാണ് ഇസ്രായേലിലുള്ളത്. ഒന്ന്, നമ്പർ 1 ഈസ് മെഡിറ്ററേനിയൻ സീ, നമ്പർ 2 ഈസ് ഡെഡ് സീ. ഈ രണ്ട് കടലുകൾ ഇസ്രായേലിൽ നാം കാണുന്നതാണ്. അവിടെയുള്ള രണ്ട് കടലുകളാണ്. ഈ മെഡിറ്ററേനിയൻ സീയുടെ പ്രത്യേകത, അത് അറ്റ്ലാന്റിക് ഓഷനുമായി കണക്റ്റഡ് ആണ്. അതിൽ നിറയെ മത്സ്യമുണ്ട്, അതിൽ ധാരാളം മത്സ്യമുണ്ട്. എന്നാൽ ഡെഡ് സീയുടെ പ്രത്യേകത എന്നാണെന്നറിയുമോ? അതിനകത്ത് ഉപ്പിന്റെ സാന്ദ്രത, ചാവുകടൽ എന്ന് പറയും, ചാവുകടൽ, ഉപ്പിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. 33.7%, 33.7% ആണ് അതിനകത്ത് ഉപ്പിന്റെ സാന്ദ്രത. മറ്റ് കടലുകളേക്കാൾ 8 മടങ്ങ് ഉപ്പിന്റെ സാന്ദ്രത കൂടുതലാണ് ഈ ഡെഡ് സീയിൽ. ഈ ഡെഡ് സീയുടെ പ്രത്യേകത, അതിനകത്ത് ഒരു ജീവികളും ജീവിക്കത്തില്ല, ഒരു മീൻ പോലും അതിനകത്തില്ല. ക്രൊക്കഡൈലിന് പോലും അത് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഒരു പ്രാണികൾക്കും ഒരു ജീവികൾക്കും യാതൊന്നിനും ഈ ഡെഡ് സീയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു മീനും അതിൽ വരത്തില്ല. മനുഷ്യന് പോലും അതിൽ നീന്താൻ പറ്റത്തില്ല. നീന്തുന്നവൻ മേളിൽ കിടന്ന് നീന്തത്തേ ഉള്ളൂ, മുങ്ങിപ്പോകത്തില്ല. ആ കടലിൽ പോയിട്ടുള്ളവർക്കറിയാം, അതിന്റെ ഉപ്പിന്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് അതിന്റെ മേളിൽ പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ. എന്നാൽ മറ്റൊരു കടൽ അവിടെ തന്നെയുണ്ട്, മെഡിറ്ററേനിയൻ സീ. അതിൽ നിറയെ മത്സ്യമാണ്, അതിൽ മീൻ പിടിക്കാർ ഇറങ്ങുന്നുണ്ട്, അതിൽ നിന്ന് ധാരാളം മീനുകൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്ന പ്രവചനം നിങ്ങൾ കേട്ടോ. ജീവനുള്ള നദി, ജീവിപ്പിക്കുന്ന നദി. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും വളരെ മത്സ്യമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം. ഒരു പ്രൊഫറ്റിനെ സംബന്ധിച്ച്, ഒരു പ്രവാചകനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മുൻപിലുള്ള, അദ്ദേഹത്തിന് അറിയാവുന്ന ചില സിറ്റുവേഷനുകളെ ബേസ് ചെയ്തുകൊണ്ടും സംഗതികൾ, സംഭവങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പ്രവചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നിങ്ങൾക്ക് ഒരു ക്യാമറ തരാൻ പോകുന്നു എന്നൊരു പ്രൊഫറ്റ് പറയുന്നെങ്കിൽ പുള്ളി ക്യാമറ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരു വീട് തരുന്നെന്ന് ഇത്ര ഹൗസിന്റെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു വീട് ദൈവം നിനക്ക് തരുന്നെന്ന് ഒരു പ്രൊഫറ്റ് പറയുന്നെങ്കിൽ അദ്ദേഹം യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീട് കണ്ടിട്ടുണ്ട്. പുള്ളി എങ്ങനെ പിന്നെ പറഞ്ഞേ? ഇവിടെ വാസ്തവമായും ഈ രണ്ട് പ്രവാചകന്മാർക്ക്, എഗസ്കേലിനും സക്കരയായിക്കും, ഈ രണ്ട് കടലുകളെ കുറിച്ചുള്ള അറിവുണ്ട്. ഡെഡ് സീയെ കുറിച്ചുള്ള അറിവുമുണ്ട്, മെഡിറ്ററേനിയൻ സീയെ കുറിച്ചുള്ള അറിവുമുണ്ട്. ഡെഡ് സീയെ കുറിച്ചുള്ള, ചാവുകടലിനെ കുറിച്ചുള്ള അവരുടെ അറിവ്, അതിനകത്ത് ഒരു മീനും വരത്തില്ല, ഒന്നും ജീവിക്കുകയില്ലെന്നുള്ളതാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവനുള്ള വെള്ളത്തെ കുറിച്ചുള്ള പ്രവചനം ഡിഫറന്റ് ആണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള പ്രൊഫസി? ഈ വെള്ളം വരുന്നത് കൊണ്ട്, ഈ ജലം അവിടെ എത്തിച്ചേരുന്നത് കൊണ്ട് വളരെ മത്സ്യമുണ്ടാകും. പ്രതീക്ഷയില്ലാത്തിടത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കും. ഈ നദി ചെന്ന് ചേരുന്നിടത്ത് പത്യമായി തീർന്നിട്ട് ഇതിനകത്ത് ഇനി ഒന്നും ജീവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നതിലും ജീവനുണ്ടാകും. അതിനേക്കാൾ എല്ലാം ഉപരിയായി അസംഖ്യമായ, വിവിധ ജാതിയായ അസംഖ്യമായ മത്സ്യം. അത് എന്തിനാ പറയുന്നേ? മത്സ്യത്തിന് ജാതിയുണ്ടോ? മീനിന് ജാതിയുണ്ടോ? ഇല്ല. മത്സ്യം പോലെ വിവിധ ജാതികൾ, അസംഖ്യമായ ജാതികൾ, ജനം ശീതകാലത്തും ഉഷ്ണകാലത്തും, അറ്റ് എനി സിറ്റുവേഷനിൽ, അറ്റ് എനി ഏത് സാഹചര്യത്തിലും വെളിപ്പെട്ടു വരും എന്ന് പറയുന്നത് വേറെ ഒന്നിനെ കുറിച്ചും അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ജീവൻ ഉണ്ടാകും.
പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്ത് പ്രതീക്ഷ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ജനം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ജനം ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ശക്തമായി ഒഴുകിയാൽ ആ ജനസംഖ്യ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ അസംഖ്യമായിരിക്കും. In the name of Jesus, Lord, I receive it, that word, in the mighty name of Jesus. മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ, മെഡിറ്ററേനിയൻ സീയിലെ മത്സ്യം പോലെ അസംഖ്യമായിരിക്കും. എന്നാൽ ചാവുകടലേ, നിന്നിലൊന്നും ജീവിക്കുകയില്ല, നിന്നിലൊന്നും വസിക്കുകയില്ല, നിന്നിലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ നദി നിന്നിൽ വന്നാൽ നിന്നിലും ജീവികൾ ഉണ്ടാകും. താങ്ക് യു ജീസസ്, താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. അസംഖ്യമായിരിക്കും. ചിലര് പറയാറുണ്ട്, ജനം കൂടുന്നതിലൊന്നുമല്ല കാര്യം, ആൾക്കൂട്ടത്തിലൊന്നുമല്ല കാര്യം. വാട്ട് ഈസ് ദ റീസൺ? വെറുതെ ജനം വരുവോ ബ്രദറെ? വെറുതെ ജനം വരുവോ? ഞങ്ങൾ പാടാറുണ്ട്, സംതിങ് മൂവിങ്, സംതിങ് ചേഞ്ചിങ്. ദൈവത്തിന്റെ ആത്മാവിന്റെ മൂവ്, ദ മൂവ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ചലനം. അവിടെ വരുന്ന പ്രാണികൾ ജീവിക്കുന്നു. അതാ കാരണം. ജീവനില്ലാതെ വന്ന് കയറുന്നവനും ജീവൻ പ്രാപിക്കുന്നു, ചലനമില്ലാതെ വരുന്നവനും ചലിക്കാൻ തുടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ലാത്തവനും ഇതിൽ വന്ന് കയറുമ്പോൾ പ്രതീക്ഷയുണ്ടാകുന്നു. That is the reason. ആ പ്രതീക്ഷ ആരാ കൊടുക്കുന്നേ? ഹോളി സ്പിരിറ്റ്. ഇത് ഞാൻ പറയുമ്പോൾ കേവലം ഒരു പ്രസംഗമല്ല, എവറി ഡേ ജീവിതത്തിൽ കാണുന്ന കാഴ്ചയാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തവനും വന്നു കയറുമ്പോൾ അവന് പ്രതീക്ഷ ഉണ്ടാകുക. എത്രയോ ആൾക്കാർ മെസ്സേജ് കഴിയുമ്പോൾ പ്രയർ ടവറിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഇന്നത്തെ സന്ദേശം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിച്ചു, എന്റെ നിരാശകൾ മാറി. അതെ, ഈ നദി വരുമ്പോൾ ജീവനില്ലാത്തതിന് ജീവൻ ഉണ്ടാകും, പ്രതീക്ഷയില്ലാത്തതിന് പ്രതീക്ഷ ഉണ്ടാകും. ചാവുകടലിൽ പോലും ജീവികൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു ജീവികളും ജീവിക്കാത്ത ചാവുകടലിൽ പോലും ജീവികൾ ഉണ്ടാകും. In the name of Jesus Christ. Hallelujah. Blessed be the name of the Lord. സക്കറിയ പ്രവാചകൻ പറഞ്ഞത് ഇത് ജീവനുള്ള വെള്ളമാണെന്ന്. അതേ സഹോദരങ്ങളെ, ഇത് അപ്പോസ്തലന്മാരുടെ മേളിലേക്ക് ഒഴുകി. പത്രോസിന്റെ ആദ്യത്തെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ ചർച്ച് സർവീസിൽ 120 പേരുണ്ടായിരുന്നു. 120 പേർ. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ആ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് ഇറങ്ങി നിന്ന് പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അടുത്ത യോഗത്തിൽ 3120 പേർ. ഹല്ലേലൂയ. 1-2 സഭായോഗം കഴിഞ്ഞപ്പോൾ സഭ 3000 ആയി വളർന്നു. 7-8 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ശമരിയ പട്ടണം മുഴുവൻ സേവിടായി. പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. വിശ്വസിച്ചവരുടെ എണ്ണം തന്നെ 5000-ൽ പുറത്തായി. പുരുഷന്മാർ, ഓൺലി പുരുഷന്മാര് മാത്രം. ആള് കൂടുന്നതിൽ കാര്യമുണ്ട്. വെറുതെ ജനം വരത്തില്ല, വെറുതെ വരത്തില്ല സിസ്റ്ററെ. വെറുതെ ആരും യൂട്യൂബിലും രാത്രി 10 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി വരെയൊന്നും വെറുതെ കുത്തിയിരുന്ന് കാണത്തില്ല. കാണുന്നവരെന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ട്. ജീസസ് അവരെന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ അസംഖ്യമായ ജാതികൾ വന്നതിന്റെ കാരണം ഈ നദി, because of this river is living water. ഇനിയും ഒഴുകട്ടെ എൽ ഷഡായിൽ ഈ നദി, ഇനിയും ഒഴുകട്ടെ മീറ്റിങ്ങുകളിൽ ഈ നദി, ഇനിയും ഒഴുകട്ടെ എവിടൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഈ നദി. നമ്മുടെ മാത്രമല്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാ സഭകളിലും ഇത് ഒഴുകട്ടെ, എല്ലാ സഭകളിലും ഇത് ഒഴുകട്ടെ, എല്ലാ ദേശങ്ങളിലും ഇത് ഒഴുകട്ടെ. നിങ്ങൾ പറയുന്ന പരിശുദ്ധാത്മാവ് അവിടെ ഒന്നും ഇല്ലെന്ന് പറയുന്ന കുറെ കൂട്ടങ്ങളില്ലേ, അവിടെയും ഇത് ഒഴുകട്ടെ, അവിടെയും ഇത് ഒഴുകട്ടെ. എല്ലാവിടെ ഉണർവുകൾ നടക്കട്ടെ, എല്ലാവിടെ ജനമുണ്ടാകട്ടെ, എല്ലാവിടെ 1000 ക്രിസ്തുവിലേക്ക് വരട്ടെ, എല്ലാവിടെ 10000 രക്ഷയിലേക്ക് വരട്ടെ, എല്ലാവിടെ ദൈവപ്രവർത്തികൾ നടക്കട്ടെ, എല്ലായിടത്തേക്കും ഈ നദി ഒഴുകട്ടെ. ജനം അസംഖ്യമായി തീരട്ടെ, അസംഖ്യമായി തീരട്ടെ. 2ാമത്തെ സഭായോഗത്തിൽ
ആദിമസഭ 3000 ആയതുപോലെ, പുരുഷന്മാര് മാത്രം 5000 ആയതുപോലെ, 100-ൽ നിന്ന് 200, 200-ൽ നിന്ന് 300 അല്ല, 1000-ങ്ങളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ചിലർക്കിത് നരിയാണയോളം ഒഴുകിയെങ്കിൽ ഇന്നത് മുട്ടോളമാകട്ടെ. മുട്ടോളം ഒഴുകിയവർക്ക് അരയോളമാകട്ടെ. അരയോളം ഒഴുകിയവർക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മപ്രവാഹമാകട്ടെ. ദൈവം അങ്ങനെയാ പകരുന്നേ. പക്ഷെ അതിനെ കൊണ്ട് കളയരുത്. ഡിഫറെന്റ് ലെവൽസ്. Can you please take that glass and jar? Come here please. ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കും. നിങ്ങൾ ഓരോ സമയവും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് അടുക്കുമ്പോഴും ദൈവം നിങ്ങളിലേക്ക് തന്റെ ജീവജലത്തെ പകരും. പിന്നെയും പ്രാർത്ഥിച്ചു, പിന്നെയും ആരാധിച്ചു, പിന്നെയും ദൈവസന്നിധിയിലിരുന്നു, ഉപവസിക്കാൻ തുടങ്ങി, പിന്നെയും പകരും. അങ്ങനെ ഇത് നരിയാണിയോളമായി. പിന്നെയും ദൈവസന്നിധിയിലിരുന്നു, പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിന്നെയും ഉപവസിക്കാൻ തുടങ്ങി, പിന്നെ ഇത് മുട്ടോളമായി. പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിന്നെയും വചനം ധ്യാനിക്കാൻ തുടങ്ങി, പിന്നെയും ഉപവസിക്കാൻ തുടങ്ങി, പിന്നെ ഇത് അരയോളമായി. പിന്നെയും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും വചനം ധ്യാനിക്കുവാനും ദൈവസന്നിധാനത്തിൽ ഇരിക്കാനും തുടങ്ങി. പിന്നെ ഇതങ്ങ് നിറഞ്ഞു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത. ഇപ്പോ പ്രഷറൊന്നും കൊടുക്കണ്ട, പ്രഷറൊന്നും കൊടുക്കണ്ട, ഒച്ചയൊന്നും വെക്കണ്ട. ഒച്ചയൊന്നും വെക്കാതെ തന്നെ, പ്രഷറൊന്നും കൊടുക്കാതെ തന്നെ ഇതിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ എടുത്ത് നരിയാണയോളമായി, മുട്ടോളമായി, അരയോളമായി നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ആ അനുഭവത്തിലേക്കൊന്ന്, നിറവിലേക്ക് വന്നു. ആ ലെവൽസിലേക്ക് നിങ്ങൾ വന്നു, നിറഞ്ഞു. നിങ്ങളാകുന്ന പാത്രത്തിൽ ഈ ശുദ്ധജലം, ജീവജലം, സക്രിയാവിന്റെ ഭാഷയിൽ പറഞ്ഞ ജീവനുള്ള വെള്ളം നിങ്ങളിൽ നിറഞ്ഞു. പക്ഷേ ഈ തുളുമ്പി നിൽക്കുന്ന വെള്ളത്തെ നീ വളരെ കെയർഫുൾ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. ബിക്കോസ് ദ വേൾഡ് ഈസ് പൊല്യൂട്ടഡ്. ഈ ലോകത്തിൽ ഒരുപാട് അഴുക്കുകളുണ്ട്, അശുദ്ധികളുണ്ട്. അശുദ്ധികളും അഴുക്കുകളും ഇതിൽ വന്ന് വീഴാൻ പാടില്ല. വീണാലും വീണ്ടും ഇതിലേക്ക് വെള്ളം നിറയണം, എന്നാലേ അകത്തെ അഴുക്ക് വീണ്ടും പുറത്തു പോകത്തുള്ളൂ. പക്ഷേ നിന്റെ കണ്ണുകളെ ശ്രദ്ധിക്കാതിരുന്നാൽ, നീ പാപം ചെയ്താൽ, നിന്റെ നാവിനെ സൂക്ഷിക്കാതിരുന്നാൽ, നരിയാണിയോളം, മുട്ടോളം, അരയോളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഈ ലെവൽസിലേക്ക് നീ കൊണ്ടുവന്ന സാധനം, നിന്റെ ചിന്തകളെയും വികാരങ്ങളെയും നീ കൺട്രോൾ ചെയ്യാതെ ദൈവഹിതത്തിന് ഏൽപ്പിക്കാതിരുന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിനക്കിത് മുഴുവൻ കളയാൻ കഴിയും. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് മുഴുവൻ നഷ്ടപ്പെട്ട് ഇത് എം ടി ആയി തീരും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് എം ടി ആകും. പക്ഷെ എത്ര ദിവസം എടുത്തു ഇത് നീ നിറയ്ക്കാൻ? എത്ര ദിവസം എടുത്തു ഇത് ഫില്ലാകാൻ? എത്ര ദിവസം എടുത്തു ഇതിൽ നിറവുണ്ടാകാൻ? പക്ഷേ ഇത് കളയാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് മുഴുവൻ കളഞ്ഞു കുളിച്ചവരുണ്ട്. ഇപ്പൊ അവർ എം ടി വെസൽസ് ആണ്, ശൂന്യമായിരിക്കുന്നവരാണ്. പക്ഷേ നീ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നീ വീണ്ടും ഉപവസിക്കാൻ തുടങ്ങിയാൽ, വീണ്ടും കരയാൻ തുടങ്ങിയാൽ, അവൻ നിന്നെ വീണ്ടും നിറയ്ക്കാൻ തുടങ്ങും, വീണ്ടും നിറയ്ക്കാൻ തുടങ്ങും. നഷ്ടപ്പെട്ടതെല്ലാം നിന്നിലേക്ക് അവൻ മടക്കി തരാൻ തുടങ്ങും. പല ആൾക്കാരും വിശ്വാസത്തിലില്ല. ആത്മനിറവ് പ്രാപിച്ചവരും അഭിഷേകത്തിൽ നിന്നവരും തീ കത്തി നിന്നവരും ഒക്കെ ഡൗൺ ആയി. പക്ഷെ കർത്താവ് നിങ്ങളോട് പറയുന്നു, ആകുലപ്പെടരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. വീണ്ടും നിറയ്ക്കാൻ കർത്താവിന് കഴിയും. ജീവജലത്തിന്റെ ഉറവിനരികിലേക്ക് വരിക, ജീവജലത്തിന്റെ ഉറവിൽ അരികിലേക്ക് വരിക. ഞാൻ ഈ ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒറ്റ ഒരു കാര്യം പറയാനാ. പല ദിവസങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി നീ കുത്തിയിരുന്ന് പ്രാപിച്ചത് കളയാൻ ഒരു സംഭവം മതി, ഒരൊറ്റ ഇൻസിഡൻസ് മതി. നീ ട്രെയിനായി, ഡ്രൈ ആയി, ഡിപ്രസ്ഡ് ആയി, ഡിസ്കറേജ്ഡ് ആയി പോകാൻ. പക്ഷേ ദൈവത്തിന് വീണ്ടും നിന്നെ റെസ്റ്റോർ ചെയ്യാൻ പറ്റും. Come on, let us return to the Lord. ദൈവത്തിലേക്ക് മടങ്ങി വരിക. വീണ്ടും കർത്താവിനെ നിറയ്ക്കാൻ പറ്റും. ചാവുകടലിലും
ഉപ്പുവെള്ളത്തിലും പ്രതീക്ഷയില്ലാത്ത ജലത്തിലും മത്സ്യങ്ങളെ കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. എവിടെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം പകർന്ന് ഇങ്ങനെ തുളുമ്പി നിന്ന പലരും, yes, I'm preaching truth. പക്ഷേ ഇങ്ങനെ തുളുമ്പി നിന്ന പലരും, അന്യഭാഷയും ആത്മാഭിഷേകമൊക്കെ പ്രാപിച്ച് വചനമൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്സാഹപ്പെട്ടുന്ന പലരും ഇന്ന് ഡ്രെയിനായി നിൽക്കുന്നതിന്റെ കാരണം പല മാസങ്ങളായി, ആഴ്ചകളായി ദൈവം നിന്നിൽ പകർന്നത് വാക്കും നാക്കും കണ്ണും ചെവിയും നിന്റെ അവയവങ്ങളെയും നീ സൂക്ഷിക്കാതെ പോയതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ക്രൂശിലേക്ക് കണ്ണുകളെ ഉയർത്തുക, പൊട്ടക്കിണറുകളെ ആശ്രയിക്കാതിരിക്കുക. ജെറമ്യ 2:13 പറയുന്ന പോലെ പൊട്ടക്കിണറ്റിന്റെ അടുക്കൽ പോയിരിക്കാതെ വെള്ളമുള്ള കിണറിന്റെ അടുത്ത് വരിക, എന്നിട്ട് അവിടുന്ന് കോരി കുടിക്കുക. ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നൽകാൻ ആഗ്രഹിക്കുന്നതുമായ സന്ദേശം, ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരിക. ശബ്ദമുയർത്തി കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്പർ 1, പരിശുദ്ധാത്മാവ് ജീവജലമാണ്. നമ്പർ 2, ഈ ജീവജലം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നമ്പർ 3, ഈ ജീവജലം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. അതാണ് ഞാൻ പറഞ്ഞ 2 കടലുകളെ കുറിച്ച് പറഞ്ഞത്, എഗസ്കേൽ 47 നിന്ന് പഠിപ്പിച്ചത്. നമ്പർ 4, താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുന്നു. നമ്പർ 4, ഈ നദി, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിന്റെ ദർശനങ്ങളെയും വാഗ്ദത്തങ്ങളെയും നിവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനി പ്രോമിസസ്, എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ വാഗ്ദത്തങ്ങളെ നിങ്ങളിൽ നിവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അതിശക്തമായ സ്വപ്നങ്ങൾ ലഭിച്ച ദർശനമുള്ള മനുഷ്യനായിരുന്നു. ഐ ലവ് ഹിം വെരി മച്ച്. പക്ഷേ ജോസഫെ, നിന്റെ ജീവിതത്തിലെ വിഷൻസ്, നിന്റെ ജീവിതത്തിലെ ദർശനങ്ങൾ, ഡ്രീമുകൾ എങ്ങനെയാ ഫുൾഫില്ലായേ? വെറുതെ ആകത്തില്ല. അതായത് എങ്ങനെയാണെന്നും അവൻ അനുഗ്രഹിക്കപ്പെട്ടത് ഏത് നിലയിലാണെന്നും അവന്റെ അപ്പനായ യാക്കോബ് തന്റെ പുത്രന്മാരെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 22, 23, 24. ഉൽപ്പത്തി 49 22, 23, 24. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, എന്നാൽ അവന്റെ വില്ലുറപ്പോടെ നിന്നു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. അപ്പനായ യാക്കോബിന്റെ അനുഗ്രഹം, പിതാക്കന്മാരുടെ അനുഗ്രഹം ഒരു അനുഗ്രഹമാണ്. ജോസഫിനെ കുറിച്ച് യാക്കോബ് പറയുന്നു, ജോസഫ്, നീ ഒരു ഫ്രൂട്ട്ഫുൾ ഭാവമാണ്, നീ ഫലമുള്ള ഒരു കൊമ്പാണ്. എന്താണ് നീ ഫലമുള്ള കൊമ്പാകാനുള്ളതിന്റെ കാരണം? വാട്ട് ഈസ് ദ റീസൺ? 22ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, നീ നീരുറവിനരികെ, ഇവനെ ഫ്രൂട്ട്ഫുൾ ബോ ബൈ എ വെൽ, നീ ഒരു നീരുറവിനരികെ നിന്ന വൃക്ഷമാണ്. ആ നീരുറവ് എന്താണ്? ആ നീരുറവ് പരിശുദ്ധാത്മാവാണ്. ആ നീരുറവ് വചനമാണ്. ആ നീരുറവ് ദൈവ സാന്നിധ്യമാണ്. ഏത് പരാജയപ്പെട്ടവനെയും തളിർപ്പിക്കുന്ന, കുറ്റിവരെ കേടുപറ്റിയതിനെ തളിർപ്പിക്കുന്ന നീരുറവ് ദൈവത്തിന്റെ ആത്മാവാണ്. ആ നീരുറവിനരികിൽ നിന്ന ജോസഫെ, വില്ലാളികൾ നിന്നെ വിഷമിപ്പിച്ചു, പലരും നിനക്കെതിരെ എയ്തു, പല നിലകളിൽ എയ്തു, പലരും നിന്നെ തോൽപ്പിക്കാൻ പൊരുതി. പക്ഷേ നീയാകുന്ന വൃക്ഷത്തിന്റെ ഒരു ഇലയ്ക്ക് പോലും ഒരു കേട് സംഭവിക്കാതെ, പലരും നിനക്ക് ചുറ്റും കെട്ടിയ മതിലുകൾ, നിനക്ക് ചുറ്റും കെട്ടിയ ബൗണ്ടറികളെ ഭേദിച്ചുകൊണ്ട് നീ പടർന്നു. കാരണം എന്നാണെന്നറിയാവോ? നിന്നെ ആർക്കും തകർക്കാൻ കഴിയാഞ്ഞതിന്റെ, നിന്റെ ഇല വാടാഞ്ഞതിന്റെ, നീ നിന്നത്, നീ വേരിറക്കി നിന്നത് സഹോദരങ്ങളിലോ അപ്പനിലോ പാരമ്പര്യത്തിലോ ആയിരുന്നില്ല, ആ നീരുറവിലായിരുന്നു. അതാണ് സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തന്നെ കിളിർത്തതല്ല.
ഈ നദിയുടെ ചുവട്ടിൽ നീ തന്നെ കിളിർത്തതല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ചുവട്ടിൽ നിന്നെ ദൈവം നട്ടതാണ്. നട്ടിട്ടുണ്ടെങ്കിൽ നട്ടവൻ നിന്നെ പരിപാലിക്കും. നട്ടിട്ടുണ്ടെങ്കിൽ നട്ടവൻ നിന്നെ വളർത്തും. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമായിരിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ജോസഫിനെതിരെ സഹോദരങ്ങൾ പൊരുതി, രാജ്യം പൊരുതി, അപവാദ കഥകൾ. പൊത്തിഫറിന്റെ ഭാര്യ അപവാദ കഥകൾ ചമച്ചു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ജോസഫിനെതിരെ അന്ന് അപവാദം ചമച്ചവൾ അന്നത്തെ സ്റ്റാർ ആയിരുന്നു, വലിയൊരു കഥാപാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അവളെ പുച്ഛമല്ലേ? അതൊരു കള്ളക്കഥയാണെന്ന് അറിഞ്ഞപ്പോ ജോസഫിനെതിരെ കഥ പറഞ്ഞുണ്ടാക്കിയ പൊത്തിഫറിന്റെ ഭാര്യയെ ആരാധിക്കുന്നവരോ അവളെ ഓർത്ത് പൊത്തിഫറിന്റെ ഭാര്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങൾക്ക് അവളെ പുച്ഛമല്ലേ? ഇന്ന് അപവാദം പറയുന്നവർ, ഇന്ന് തിന്മ പ്രചരിപ്പിക്കുന്നവർ സ്റ്റാർ ആയിരിക്കും. പക്ഷെ നാളുകളിൽ ദൈവം സത്യങ്ങളെ തെളിയിക്കുമ്പോൾ ലോകത്തിന് അവരോട് പുച്ഛമായിരിക്കും. ലോകത്തിന് അവരോട് പുച്ഛമായിരിക്കും. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. ജീസസ് നെയിം. ജോസഫേ, നീ ഫലപ്രദമായൊരു വൃക്ഷമായതിന്റെ കാരണം വില്ലാളികൾ നിന്നെ വിഷമിപ്പിച്ചിട്ടും പലരും നിനക്കെതിരെ എഴുതിട്ടും പലരും നിനക്കെതിരെ പൊരുതിയിട്ടും നീ മതിലുകളെ ഭേദിച്ച് ബൗണ്ടറികളില്ലാതെ പടർന്നതെന്താ? There is one reason. നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഫ്രൂട്ട്ഫുൾ ആകണമോ? ആരൊക്കെ എതിർത്താലും, വില്ലാളികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും, ഏത് പുള്ളികൾ നിനക്കെതിരെ വന്നാലും നിനക്ക് ശക്തിയോടെ നിൽക്കണോ? നീ ആരെയും ശ്രദ്ധിക്കണ്ട. നീ നീരുറവിനകത്ത് വേരിറക്കി ആത്മാവിന്റെ ജലം വലിച്ചെടുത്ത് ദൈവവചനം ഭക്ഷിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ശക്തിയോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന അറിയിക്കുകയാണ്. Holy Spirit is the living water. The living water of the Holy Spirit will change your situation. Firstly, Holy Spirit is the living water and it proceeds from Jesus Christ. Secondly, Holy Spirit is the living water which molds a person. Thirdly, Holy Spirit is the living water which will change any person's situation. We have Ezekiel chapter 47:9 following, where we find this river, it moves forth, it proceeds from the threshold of the temple, and as it expands, as this man of God tries to measure, as it moves forward, as the river goes forward, what you find is life begin to originate and it begin to sprout out. Wherever this river goes, life will teem, life will sprout out in those places where there is no life at all. Secondly, great multitude of fish will come forth, and as the prophet says, the different kinds of fishes will teem in manifold varieties in an exceeding manner. This is how the Holy Spirit will bring forth a revival in a place, in a church, and how people will throng to a place when the Holy Spirit flows as a river. Do not ridicule, do not simply criticize, and do not simply say that number is not something which is important. How people come, how people throng in almost difficult situation, they come into this church, and how that happens, how they wait for the message, how they wait for the pastor to pray, how is a crowd forming. It's not a simple thing. It's because Holy Spirit is working here. Holy Spirit transforms people. Holy Spirit drastically, radically changes people's situation. That's how people throng in large multitudes. And it's our prayer that today, even every church, let it be blessed by the Holy Spirit, so that fishes will throng, fishes will
team in those places. Even the people who don't believe in the works of the Holy Spirit, even in those churches, we pray that let a revival happen and let great multitude come to that place. And here this water will have also healing properties. That's what the word of God says. So there will be a great multitude of fish. There will be life sprouting out, and this water will have healing properties, and different kinds of fishes will teem out. And the same revelation, Zechariah the prophet says in 14:8 that this river, this is the living water. This is not a simple water. Clearly it is said this is a living water. And this water is contrasted with the eastern side sea, that is Dead Sea, and the sea called Dead Sea, where we find no life in such a place. Almost 33.7% of salinity you find there, and no living things will ever come out from that place. No fish, no living organism. Even you cannot swim. You will be floating in the Dead Sea. In such a place, the prophet contrasts that with the western side. You have the Mediterranean Sea, which has connection with the Atlantic, and it has a large variety of fish. And contrasting these two, the prophet is giving this revelation that as the western Mediterranean Sea, the eastern sea, even the Dead Sea, if it receives the Spirit of God, it can have the life. Even today you may not have any kind of Holy Spirit's activity in your life. You may be totally dry now, but the Holy Spirit tells you today, if you receive that living water into your life, life will sprout out in any kind of situation, and you can teem with life. And no fish, no life situation can be changed into such a kind of a situation. And when you come to the New Testament, when he preached that great inaugural message, before that there were just 120 people, and they eagerly waited and received the stream of the living water. And what happened was, the first message that impacted so much that 3,000 people came and baptized. As we go in the Acts of Apostles, as we proceed, you find that 5,000 men alone come. They were just 120 people, very fearful, but boldness came out. They preached the message, and people began to come as a multitude. And at other point of time later, after this 5,000 number, we find that they stopped counting, because the people came in so multitude. This can happen even in your life. And as the pastor was talking about different levels of anointing, the anointing comes from an ankle level. As you receive the Holy Spirit, as you measure and as you move forward in the Spirit, you have an ankle level of anointing. Then you have a knee level of anointing. Then you have a waist level of anointing. And as you proceed further, you will be totally drowned into this kind of Holy Spirit stream that you will have to swim. That is a great level of measure where you will be totally controlled by the stream of this living water. But one important thing which the pastor said is this: we need to be very careful as you are filled up to the brim. As he was illustrating that with the glass of water, as you fill yourself with the Holy Spirit up to the brim, that might have took so many years, maybe so many months, so many weeks of prayers and fasting, and the Lord, out of His grace and mercy, filled you with the Holy Spirit. But we should be very careful in the walk in this contaminating world, in this polluting world. We need to walk so carefully. Otherwise, with one instance, 1 second, 1 minute is enough to drain out the whole of the Spirit which you have received in your life. Do not ever take this lightly. Do not ever take the Holy Spirit lightly. It is so precious. You cannot imagine losing it. You will be losing it totally within 1 second. So control your senses, control your sight, control your words, control what you hear, control your thoughts, control your whole life. Otherwise, you will be losing everything. But even to those who have lost the Holy Spirit, who have drained out and completely drained out of the Holy Spirit, to them also the Lord says, come to the Lord, come to Jesus Christ, come to the cross. Because if
Jesus Christ is the fountain of the Holy Spirit, then you can have the precious Holy Spirit from Jesus Christ. As we found in Jeremiah, do not go to the broken cisterns, but go to the living water, the fountain of living water. And the fourth point which the pastor said is, this is a river which will fulfill your vision and promises. The river which fulfills the vision and promises which the Lord has given you. And the best example is Joseph's life. From Joseph's life you can understand, he was a man of visions and dreams, a man who walked closer with the Lord, a man who gave priority to the Holy Spirit, and the dreams and visions were fulfilled in his life. How it was fulfilled, we can find that from chapter 49 of Genesis, where Jacob is blessing. It is in verse 22. Joseph is a fruitful bow by a stream of water. What is this stream of water? That is the Holy Spirit. He was planted by the stream of the Holy Spirit. He was relishing from that Holy Spirit, and because of that he was able to spread his branches. It ran over the world, and it was not without problems. His life was not without any enmity. He had tremendous problems in his life. Archers shot at him and they set boundaries. They grieved him so badly. Even amidst all those problems, even the wife of Potiphar, she made a greater allegation against him, and as the pastor said, she would have become an overnight star because of this allegation which was put forward. And you can understand how much she was treated with disdain when this truth was revealed later. Maybe problems crop up against you. Many people may say bad things against you, but you always be implanted by the streams of the living water. As we read from Psalm 1, 2 and 3, a tree planted by the rivers of water, which is bringing forth fruit in season. Its leaves will not be withered. Whatever that person does will prosper. Do you want to be such a fruitful person, even amidst the archers, even amidst the wicked people? Be planted by the streams of the living water. You will be fruitful in the days to come. ദർശനങ്ങളെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന നദി, വാഗ്ദത്തങ്ങൾക്ക് ജീവൻ നൽകുന്ന നദി. ഹബക്കൂക്ക് 3:2 പറയുന്ന, യഹോവേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ പകുതിയിൽ നാം നിൽക്കുന്നു. വാഗ്ദത്തങ്ങൾ നൽകുന്ന നദിയാണ് ദൈവത്തിന്റെ ആത്മാവ്. അതാണ് ഹബക്കൂക്ക് പറഞ്ഞത്, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അവനോട് പറയാം, അപ്പാ ഈ വർഷം തീരുന്നതിന് മുൻപേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ എന്നിൽ ജീവിപ്പിക്കണമേ. കാരണം ജീവൻ നൽകുന്ന ജീവജലം എന്നിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഇതേ ഹബക്കൂക്ക് 2:3 പറയുന്നുണ്ട്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. 1, സമയം തെറ്റുകയില്ല. 2, അത് വരും നിശ്ചയം. 3, താമസിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ വചനം നിങ്ങൾക്ക് നൽകി തരുമ്പോൾ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് അതിന്റെ സമാപ്തിയിലേക്ക് വരുവാൻ. ആ വിഷൻസ് വെയിറ്റ് ചെയ്യുന്നു, ആ വിഷൻസ് ബന്ധപ്പെടുന്നു. അപ്പോയിന്റഡ് ടൈം ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ടൈം ഉണ്ട്, ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. അതിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. ആരോടോ കർത്താവ് പറയുന്നു, സമയം തെറ്റത്തില്ല. സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും, സമയം പോയി എന്ന് തോന്നിയാലും സമയം തെറ്റത്തില്ല, അത് വൈകിയാലും വരും. അതിനായി കാത്തിരിക്കുക. അതിനൊരു അവധി വെച്ചിരിക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അവധി വെച്ചിരിക്കുന്നു. അവധിക്ക് പോയ ആള് തിരിച്ചു വരാതിരിക്കത്തില്ല. പുള്ളിയെ പറഞ്ഞു വിട്ടെന്നല്ല, അവധി വെച്ചിരിക്കുകയാണ്. പുള്ളി വരും, പുള്ളിയുടെ ചെയറിൽ പുള്ളി വരും, പുള്ളിയുടെ ചെയറിൽ പുള്ളി വരും. അതിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും വരും. കാത്തിരിക്കുക, താമസിക്കുകയില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗി 11:1 വായിക്കുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന് മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഇവിടെയും വെള്ളമാ, പരിശുദ്ധാത്മാവാ. എന്താണ് ആ ബ്രെഡ്? ബ്രെഡ് ഈസ് പ്രേയർ, ദാറ്റ് ഈസ് പ്രോമിസ്. ആ ബ്രെഡ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, വാഗ്ദത്തമാണ്.
ബ്രെഡ് വെള്ളത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? വെള്ളം ബ്രെഡിനെ കുതിർക്കും. എന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക, ഈ നദിയിലേക്ക് എറിയുക. നിന്റെ പ്രാർത്ഥന ആത്മാവിന്റെ നദിയിലൂടെ എറിയുക. ജീസസ്, ഹല്ലേലൂയ. നീ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാലും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ലഭിച്ചില്ല, ഞാൻ നാളുകളായി ഉപവസിച്ചു എനിക്ക് കിട്ടിയില്ല, നീ നഷ്ടപ്പെട്ടെന്ന് കരുതിയതല്ല ഈ നദി നിനക്ക് തിരികെ തരും. നീ ഈ നദിയിലേക്കാണ് ഈ അപ്പം എറിഞ്ഞതെങ്കിൽ ഏറെ നാൾ കഴിഞ്ഞാലും ഈ നദി അത് തിരിച്ചു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ നിന്റെ സമയം, നിന്റെ പണം, നിന്റെ ആരോഗ്യം, നിന്റെ സമാധാനം, നിന്റെ സ്വസ്ഥത, നിന്റെ തലമുറ സകലതും ഈ നദി മടക്കിക്കൊണ്ടുവരും. Yes, in the name of Jesus. നീ അപ്പത്തെ എറിഞ്ഞത് ഈ നദിയിലേക്കാണോ? ഈ നദിയിലേക്കാണോ? ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞെ, അത് ഒഴുകി അതുകൊണ്ട് അങ്ങ് പോകത്തില്ല. ഈ നദിയിലോട്ട് എന്തെറിഞ്ഞാലും ഈ നദി മടക്കിക്കൊണ്ടുവരും. ഈ നദിയിലേക്ക് എന്തെറിഞ്ഞാലും ഈ നദി അതിനെ തിരിച്ചു കൊണ്ടുവരും. ഇന്ന് ഏതൊക്കെയോ കുടുംബങ്ങളോട്, വ്യക്തികളോട്, വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ട സമയം, നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം, നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആരോഗ്യം, നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വസ്ഥത, നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമാധാനം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്ന നിന്റെ തലമുറ തിരിച്ചു വരും. കാരണം ഈ നദിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏറെ നാൾ കഴിഞ്ഞാലും പോയെന്ന് കരുതും, പക്ഷേ ഈ നദിയിലേക്ക് നീ എന്തിട്ടിട്ടുണ്ടോ അതെല്ലാം നദി റിട്ടേൺ തരും, തിരികെ കൊണ്ടുവരും. ഞാനൊരു സംഭവം വായിക്കാൻ പോയി. ഇത് പാസ്റ്റർ, ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കംപ്ലീറ്റും ആൾക്കാരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26:14-15 വാക്യങ്ങളിൽ പറയുന്നു, ഇസഹാക്കിന്റെ കാലത്ത് അവൻ ആട്ടിൻ കൂട്ടങ്ങളും മാട്ടിൻ കൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ജെനസിസ് ചാപ്റ്റർ 26:14-15. എന്താണ് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നിയത്? ആട്ടിൻകൂട്ടങ്ങളും ദാസിദാസന്മാരും നന്മകളും ഉണ്ടായതുകൊണ്ട്. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും നീരുറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ഈ അസൂയ ഉള്ളവൻ ആദ്യം കണ്ണുവെക്കുന്നത് നീരുറവയിലാണ്. അവൻ ആദ്യം ശ്രമിക്കുന്നത് കിണർ മൂടാനാണ്. കാരണം ഈ കിണറാണ് ഇവിടെ നിൽക്കുന്ന ആടുമാടുകളുടെയും സകല ആൾക്കാരുടെയും നന്മയ്ക്ക് കാരണമായിരിക്കുന്നത്. അവനറിയാം, ഇവന്റെ മേളിൽ നീ അഭിഷേകം അങ്ങ് പോയി കിട്ടിയാൽ, ഇവൻ ഇനി പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കാതിരുന്നാൽ, ഇവൻ ഇനി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതിരുന്നാൽ, ഇനി പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണെന്നും പറഞ്ഞൊന്നും ചെയ്യാതിരുന്നാൽ ഇവനെ പൂട്ടിക്കെട്ടിക്കാൻ അത് മതി എന്ന് അസൂയക്കാരനറിയാം. അസൂയുള്ളവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നിന്റെ അനോയിന്റിങ്ങിനെയാണ്. നിന്നെ കുറ്റം പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയൊക്കെ കഴിയുമ്പം നീ പിന്നെ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി ചെയ്യത്തില്ലല്ലോ, ഹോളി സ്പിരിറ്റിൽ പ്രാർത്ഥിക്കത്തില്ലല്ലോ. ആദ്യം ഫെലിസ്ത്യൻ അസൂയാലുവിന്റെ ഫോക്കസ് നിന്റെ ഉറവുകളെ അടയ്ക്കുക എന്നുള്ളതാണ്. കാരണം ആ ഉറവയാണ്, ആ കിണറുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അവന് നന്നായിട്ട് അറിയാം. എന്നാൽ എന്താ സംഭവിച്ചത്? 26-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഇസഹാക്ക് വീണ്ടും കിണർ കുത്തി. ഫെലിസ്ത്യൻ മൂടിയ കിണറിനെ ഇസഹാക്ക് വീണ്ടും കുത്തി. 20-21 വാക്യങ്ങളിൽ, 26-ന്റെ 20-21 വാക്യങ്ങൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഗേർദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കൂടെ വേണമെന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവൻ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണർ ഏശക്കെന്ന് വിളിച്ചു. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടു. എല്ലാ അടിയും കിണറുമായിട്ടുള്ള വിഷയത്തിലാണ്. എല്ലാ വിഷയങ്ങളും ഈ നീരവുമായിട്ടുള്ള വിഷയത്തിൽ. ഇന്ന് ആത്മീയ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ഈ അസൂയക്കാർക്കും ഫെലിസ്ത്യന്മാർക്കും വീണുപോയവനും എല്ലാ അസ്വസ്ഥത പരിശുദ്ധാത്മാവിനോടാണ്. ഇവനെല്ലാം അസ്വസ്ഥത ആത്മീയ ശുശ്രൂഷയോടാണ്, വേറെ ഒന്നിനോടുമല്ല. നോക്കിയാൽ മതി, എല്ലാവരും അസ്വസ്ഥത അതിനകത്ത്. കാരണം ഡെവിൾ ഈസ് ഇൻ ട്രബിൾ. പിശാച് അപകടത്തിലാണ്, പിശാച് അസ്വസ്ഥനാണ്. ഒരു അഭിഷിക്തൻ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ, ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ, മൈക്ക് എടുക്കുമ്പോൾ തന്നെ അല്ലല്ല, അവൻ തലേന്നേ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ തന്നെ അവൻ അസ്വസ്ഥനാണ്. ജീസസ്.
22-ാമത്തെ വാക്യം പറയുന്നു, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. ഓ, ദിസ് എ പ്രൊഫസി, ഇതിനോടുള്ള ദൂതാണ്. അവൻ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ഷണ്ണയിട്ടില്ല. അപ്പോൾ യഹോവ നമുക്കിപ്പോൾ ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് രഹബോത്ത്? യഹോവ നമുക്ക് ഇടമുണ്ടാക്കി. രഹബോത്തിന്റെ അർത്ഥം ദൈവം നമുക്ക് സ്പേസ് തന്നു. സ്പേസ് ഇല്ലാത്തിടത്ത് ദൈവം നിനക്ക് സ്പേസ് ഉണ്ടാക്കി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യഹോവ നിനക്ക് ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് രഹബോത്ത് എന്ന് പേരിട്ടു. ശണ്ടയിടാത്ത, സ്വസ്ഥതയോടെ വെള്ളം കുടിക്കുന്ന, ദേശത്ത് വർദ്ധിപ്പിക്കുന്ന രഹബോത്ത്. ലോർഡ്, ഐ റിസീവ് ഇറ്റ് യുവർ വേർഡ്. എന്നും ഫെലിസ്ത്യനല്ല. ഫെലിസ്ത്യൻ വന്നാൽ, അസൂയാലുക്കൾ നിന്റെ കിണർ മൂടാൻ വന്നാൽ, നിനക്ക് വിരോധമായി വന്നാൽ, അവൻ മൂടുന്നത് ഒരു കിണറാണെങ്കിൽ നീ കുഴിക്കുന്നത് 2 കിണറായിരിക്കണം. അവൻ 2 കിണർ മൂടിയാൽ നീ 3 കിണർ കുഴിക്കണം. അവൻ 4 കിണർ മൂടിയാൽ നീ 8 കിണർ കുഴിക്കണം. എന്നും അവന് മൂടാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ ഒരു രഹബോത്ത് ദൈവം തുറക്കും. ആ രഹബോത്തിന്റെ അർത്ഥം എന്താ? യഹോവ നമുക്ക് ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് രഹബോത്തിന് പേരിട്ടു. ദൈവം ഒരു സ്പേസ് അവർക്ക് കൊടുത്തു. അതെ, നിനക്ക് സ്പേസ് ഇല്ലാത്തടത്ത് ദൈവം നിനക്ക് സ്പേസ് ഉണ്ടാക്കും. ഇതാരോടോ കർത്താവ് പറയുന്നു? ആ കമ്പനിയിൽ, ആ ഓഫീസിൽ, ആ സ്ഥലത്ത്, ആ ശുശ്രൂഷയിൽ, ആ മേഖലകളിൽ നിനക്ക് സ്പേസ് ഇല്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിനക്ക് സ്പേസ് ഉണ്ടാക്കുന്നതാണ് രഹബോത്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫെലിസ്ത്യന്, അസൂയക്കാരന് മൂടാൻ കഴിയാത്ത, ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത സ്പേസ് ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിക്കും. വാ തുറന്ന് പറഞ്ഞേ, ഒരു അസൂയക്കാരനും അടയ്ക്കാൻ പറ്റാത്ത ഉറവ എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ഒന്ന് വാ തുറന്ന് പറയണം, ഒരു അസൂയക്കാരനും അടയ്ക്കാൻ പറ്റാത്ത ഉറവ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. പറഞ്ഞേ, രഹബോത്ത്, 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 രഹബോത്ത്. ഒരു അസൂയക്കാരനും അടയ്ക്കാൻ കഴിയാത്ത ഉറവ എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. I believe and I receive it. യെശയ്യാ 12:2-3 വാക്യങ്ങൾ പറയുന്നു, ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവുമായിരിക്കുന്നു. അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ അവനിൽ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. ആരാണ് ഈ രക്ഷയുടെ ഉറവ്? അതാണ് ഇന്നത്തെ മെസ്സേജിന്റെ ലാസ്റ്റ് പോർഷൻ. ആരാണ് ഈ രക്ഷയുടെ ഉറവ്? വെള്ളം കോരി കുടിക്കാൻ കഴിയുന്ന ഈ രക്ഷയുടെ ഉറവ് ആരാണ്? ഉത്തമഗീതം ചാപ്റ്റർ 4 അതിന്റെ 12-15 2 വാക്യങ്ങൾ. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. എന്താണ് ഈ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം? എവിടെയാണ് ഈ മുദ്രയിട്ടിരിക്കുന്ന കിണർ? കെട്ടി അടച്ചിരിക്കുന്ന തോട്ടത്തിലാണ് ഈ നീരുറവ്. കെട്ടി അടച്ചിരിക്കുന്ന തോട്ടത്തിലാണ് മുദ്രയിട്ടിരിക്കുന്ന ഈ കിണർ. ഏതാ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം? സഭ. അപ്പൊ എവിടെയാണ് നീരുറവ? എവിടെയാണ് മുദ്രയിട്ടിരിക്കുന്ന കിണർ? നീ എവിടുന്നാ കോരി കുടിക്കുന്നേ? ഈ സഭ എന്ന് പറയുന്നത് എന്താ? വെളി കാണുന്ന ബോർഡാണോ? അല്ല. ക്രിസ്തുവാണ് സഭ. അവന്റെ ശരീരമാണ് സഭ. അവന്റെ തലയാണ് സഭ. അപ്പൊ ഉറവ എവിടെയാ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. നിങ്ങൾക്കറിയുമോ, യോഹന്നാൻ 19:34 വാക്യം വായിക്കുമ്പോൾ, പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ടുവന്ന് കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്താണ് ആ വെള്ളവും രക്തവും? ആത്മാവിൽ ചിന്തിക്കുമ്പം ഇത് രണ്ടും ഇപ്പോഴും വിശ്വസിക്കുന്നവർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഇപ്പോഴും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാന തുള്ളി രക്തവും വെള്ളവും അവൻ ഒഴുക്കി. ഹല്ലേലൂയ. ആ രക്തം നിന്നെ വിശുദ്ധീകരിക്കുന്നു.
ആ രക്തം നിന്നെ വീണ്ടെടുക്കുന്നു. ആ രക്തം നിന്നെ പുതുതാക്കി തീർക്കുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒഴുകിയ വെള്ളമില്ലേ, അത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. താങ്ക് യു ജീസസ്. എന്നിട്ട് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ഈ മെസ്സേജ് ദൈവസന്നിധാനത്തിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗം എന്നെ ആഴമായി സ്പർശിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നേ. യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് ദാഹിക്കുന്നു. കർത്താവേ, നീ എന്തിനു വേണ്ടി ദാഹിക്കുന്നു? എനിക്ക് ദാഹിക്കുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു തലമുറയെ കാണാൻ എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, ആത്മാവിനായി ദാഹിക്കുന്ന ഒരു തലമുറയെ കാണാൻ, ഒരു സഭയെ കാണാൻ എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു, വിശുദ്ധിയിലും എന്നിലുള്ള വിശ്വാസത്തിലും നിലനിൽക്കുന്ന ഒരു തലമുറയെ കാണാൻ എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന്റെ ദാഹം നിന്റെ ദാഹം തീർക്കുവാനുള്ള ദാഹമായിരുന്നു. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു തലമുറയെ കാണുവാൻ അവൻ ക്രൂശിൽ ദാഹിച്ചു. ആത്മാവിനായി ദാഹിക്കുന്ന ഒരു സഭയെ കാണുവാൻ അവൻ ക്രൂശിൽ ദാഹിച്ചു. വിശുദ്ധിയിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും നിലനിൽക്കുന്ന ഒരു തലമുറയെ കാണാൻ അവൻ ക്രൂശിൽ ദാഹിച്ചു. ഇന്ന് ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ആത്മദാഹം നഷ്ടപ്പെട്ട ഒരു തലമുറയോട്, ആത്മഭാരം, ആത്മദാഹം നഷ്ടപ്പെട്ട ഒരു തലമുറയോട് ദൈവാത്മാവ് ഇടപെടുന്നു, മടങ്ങി വരിക. സങ്കീർത്തനം 42:1, 2 വാക്യങ്ങളിൽ പറയുന്നു, മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ, ആ നീർത്തോടുകളിലേക്ക് ചേരുവാൻ, ആ ജീവജല നദിയിലേക്ക് ചേരുവാൻ ഇന്ന് പകൽ കാംക്ഷിക്കുകയാണ്. എത്ര പേർ പറയും, എന്റെ ദൈവത്തിനായി ഞാൻ ദാഹിക്കുന്നു, എന്റെ ദൈവത്തിനായി ഞാൻ ദാഹിക്കുന്നു? അങ്ങനെ ദാഹിക്കുന്നവരോട് യെശയ്യാ പറയുകയാണ് 44:3 വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അതെ, ദാഹിച്ചിരിക്കുന്ന നിന്റെ മേൽ ഒഴുകുന്ന ഈ ഒഴുക്കുണ്ടല്ലോ, ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന അമ്മയോട്, ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില അപ്പന്മാരോട്, ആത്മദാഹത്തോടെ കരയുന്ന ചില വ്യക്തികളോട് കർത്താവ് പറയുന്നത്, നിന്നിലേക്ക് ഈ പകരുന്ന ഒഴുക്കുണ്ടല്ലോ, അത് നിന്റെ സന്തതി മേലും, അത് നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേലും അനുഗ്രഹത്തെ പകരും. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. യേശു ക്രൂശിൽ ദാഹിച്ചത് രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു തലമുറയ്ക്കായി. യേശു ക്രൂശിൽ ദാഹിച്ചത് ആത്മദാഹമുള്ള ഒരു സഭയ്ക്കായി. യേശു ക്രൂശിൽ ദാഹിച്ചത് വിശ്വാസത്തിലും വിശുദ്ധിയിലും നിൽക്കുന്ന ഒരു തലമുറയ്ക്കായി. ഇന്ന് രാത്രിയിൽ ആ ജീവജല നദി എന്നിലേക്കൊന്ന് ഒഴുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളെ അടച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ശത്രു മൂടിയ എല്ലാ ഉറവകളും, ഫെലിസ്ത്യൻ മൂടിയ എല്ലാ ഉറവകളും ഇന്ന് പകൽ തിരിച്ചു പിടിച്ചേ. നഷ്ടപ്പെട്ടു പോയ ആത്മസാന്നിധ്യം തിരിച്ചു പിടിച്ചേ. ഈ ജീവജല നദി എന്നിലേക്ക് ഒഴുകട്ടെ, ഈ ജീവജല നദി എന്നിലേക്ക് ഒഴുകട്ടെ. ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സൂമിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ജീസസ് ഈസ് അലൈവിന്റെ യൂട്യൂബിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുകയാണ്. മേജർ ഹീലിംഗ്സ് ഓഗസ്റ്റ് 16 മുതൽ 22 വരെ ജീസസ് ഈസ് ലൈവ് യൂട്യൂബ് ചാനലിലൂടെയും സൂം ആപ്ലിക്കേഷനിലൂടെയും തത്സമയം ഈ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട
ദൈവത്തിന്റെ ദാസന്മാർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.